ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തുടങ്ങാം. ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് ഷിയർ സ്ട്രെങ്ത് ആണെന്ന് അറിയാലോ. സോയിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്തൊക്കെ പഠിക്കണം? വാട്ട് ഈസ് ഷിയർ സ്ട്രെങ്ത്? ഇതിവിടെ ഈ സ്ലൈഡ് ഇതെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ നോട്ടുകളും അവൈലബിൾ ആണ്. മനസ്സിലായോ? ആ വാട്സപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ നോട്ട്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് തിയറി വായിക്കുമ്പോൾ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്, അല്ലേ? ഷിയറിങ് ടാൻജൻഷ്യൽ സ്ട്രെസ്സസ് മേ സ്റ്റാർട്ട് സോ ദാറ്റ് വൺ സോയിൽ ലെയർ വിൽ സ്ലൈഡ് അപ്പോൺ ദി അനദർ സോയിൽ ലെയർ ഡ്യൂ ടു സം എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ അതിനെ തടുക്കാനായിട്ട് സോയിലിന് വേണ്ട സ്ട്രെങ്ത്തിനെയാണ് സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് പറയുന്നത്. അതിൻ്റെ ഷിയർ സ്ട്രെസ്സിൻ്റെ മാക്സിമം വാല്യൂവിനെയാണ് ഷിയർ സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഈ സ്ലൈഡൊക്കെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശ്രീനന്ദ കാണുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് പറയോ? ശരി ശരി. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. എന്താണ് ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്ലൈഡുകളുള്ളതാണ്. ഷിയർ സ്ട്രെങ്ത് വൈ ഇമ്പോർട്ടൻറ്റ്, ലാൻഡ് സ്ലൈഡും അതുപോലെ നമ്മുടെ ബിൽഡിംഗ് ഡിസൈനിലും, ബിൽഡിംഗ് ഡിസൈൻ അല്ല ഫൗണ്ടേഷൻ ഡിസൈൻ അല്ലേ, അതുപോലെ റോഡിൻ്റെ പേയ്മെൻറ്റിൻ്റെ തിക്നെസ്സും അതുപോലെ ഈ പറയുന്ന ബിൽഡിങ്സിൻ്റെ ഒക്കെ ഫൗണ്ടേഷൻ ഡിസൈൻ, ഇതിലൊക്കെ നമുക്ക് ഷിയർ സ്ട്രെങ്ത്തിനെ പറ്റി പഠിച്ചാലാണ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് അവർ പറയുന്നത്. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ആർ ദ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്? ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. സോയിലിന് സ്ട്രെങ്ത് കൊടുക്കുന്ന രണ്ട് പാരാമീറ്റേഴ്സാണ് കൊഹേഷനും ഫ്രിക്ഷനും കേട്ടോ. കൊഹേഷൻ എന്ന് പറയുമ്പോൾ ഒരേ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. പിന്നെ ഇതിനെപ്പറ്റി ക്ലേക്കാണ് ഏറ്റവും കൂടുതൽ കൊഹേഷൻ ഉള്ളത്. സാൻഡിനൊന്നും കൊഹേഷനേ ഇല്ല. കാരണം അല്ലേ, ക്ലേക്കാണ് അതിങ്ങനെ ഒരു പാർട്ടിക്കിൾ, ഒരു ക്ലേ വന്നാൽ മറ്റു അവർ തമ്മിലൊരു ഇലക്ട്രിക്കൽ ഫോഴ്സും കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളവും കൂടിയും വരുമ്പോൾ അത് തമ്മിൽ നല്ലൊരു സ്റ്റിക്കിംഗ് ബോണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് അത് കൊഹേഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സാൻഡിൽ ഫ്രിക്ഷൻ കാരണമാണ് ഷിയർ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നതാണ് ഫ്രിക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡിനെ എക്സ്പ്രസ് ചെയ്യുന്ന സംഭവം. ഓക്കെ, ഇനി ഇതൊന്നും നോക്കിയില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. ഈ സ്ലൈഡുകളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും അത്യാവശ്യമില്ല ഈ സ്ലൈഡുകൾ. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ ഏറ്റവും പ്രധാനം മൊഹർകോളം തിയറി, അതാണ് സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു സ്ലൈഡ് വരുന്നത്. മൊഹർകോളം തിയറി എന്ന് പറയുമ്പോൾ എന്താ? ഈ ഇതാണ് കേട്ടോ. അതിൻ്റെ ബേസിലാണ് നമ്മൾ സോയിലിനെ ഷിയർ സ്ട്രെങ്ത് പ്രകാരം യു ക്യാൻ ക്ലാസിഫൈ സോയിൽ ഇൻ ടു 3 അല്ലേ. സോയിൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ വേരിയസ് വേസ്. സോയിലിനെ പലതരത്തിൽ പാർട്ടിക്കിൾ സൈസ് വെച്ചിട്ട് അങ്ങനെ പലതരത്തിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ബട്ട് ഇൻ ദിസ് മൊഡ്യൂൾ, ഇൻ ദിസ് സെക്ഷൻ, വി ആർ റെഫറിങ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ ബേസ്ഡ് ഓൺ ഷിയർ സ്ട്രെങ്ത്. അപ്പോൾ അത് പറഞ്ഞത് മൊഹർകൂളം എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. അവരുടെ തിയറി പ്രകാരമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? മൊഹർകോളം എക്സ്പ്രസ് ദാറ്റ്, മൊഹർകോളം എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു സോയിലിൽ നോർമൽ സ്ട്രെസ് വരുമ്പോൾ അല്ലേ, ആളച്ചോക്കൂരും ഒരു കുന്നിൻ്റെ മുകളിൽ അല്ല ഭയങ്കരമായിട്ട് മഴ വരുമ്പോഴല്ലേ അത് കാരണം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുക. അപ്പോൾ ഈ മഴ എന്ന് പറയുന്നത് ഇതാണ്, നോർമൽ സ്ട്രെസ് ആണ് അല്ലേ. ആ വന്ന ഫോഴ്സാണ് നോർമൽ സ്ട്രെസ്. അത് കാരണമല്ലേ മണ്ണ് ഒലിച്ചു പോയത്. അപ്പം അതുകൊണ്ടാണ് അവിടെ ഷിയർ സ്ട്രെസ് ഉണ്ടായത്. അപ്പം ആ മണ്ണിന് ഷിയർ സ്ട്രെങ്ത് കുറവായതുകൊണ്ട് ഈ വന്ന നോർമൽ സ്ട്രെസ് കാരണം അതിൻ്റെ ഷിയർ സ്ട്രെങ്ത്തിനേക്കാളും കൂടുതൽ ഷിയർ സ്ട്രെസ് അപ്പം ഇൻഡ്യൂസ് ആയി. അപ്പം അങ്ങനെയാണ് മണ്ണൊലിപ്പ് ഉണ്ടായത്. അപ്പം അതാണ് ഇവർ പറയുന്നത്. ഷിയർ സ്ട്രെസ്സും നോർമൽ സ്ട്രെസ്സും തമ്മിൽ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ യൂഷ്വലി ഇങ്ങനെയാണ് പ്ലോട്ട് വരിക, ലൈൻ വരിക. വെൻ യു ഡ്രോ ദി കർവ് ബിറ്റ്വീൻ വെൻ യു പ്ലോട്ട് ദി ഷിയർ സ്ട്രെസ് വേഴ്സസ് നോർമൽ സ്ട്രെസ് വേരിയേഷൻ ഓൺ എ സോയിൽ ഇങ്ങനെ വരും എന്നാണ് പറയുന്നത്. ഈ ഒരു ലൈനായിട്ടാണ് വരിക കേട്ടോ. ഇങ്ങനെ ഈ ഒരു ലൈനെയാണ്. ഇതിനെയാണ് കൂളം സ്ട്രെങ്ത് എൻവലപ്പ് അല്ലെങ്കിൽ മോർ എൻവലപ്പ്, ഫെയിലിയർ എൻവലപ്പ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ y = mx + ഈ രീതിയിലായതുകൊണ്ട് ഷിയർ സ്ട്രെങ്ത് എസ് വൈ അല്ലേ, ഷിയർ സ്ട്രെസ് ആണല്ലോ ഇവിടെ എസ് ഇത്ര ഇത് കണ്ടോ, y = mx + c എന്ന് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ mx എന്ന് പറയുമ്പോൾ അതാണ്. ഇവിടെ ഇക്വേഷൻ എന്താണ്? s = c + σ tan phi എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. മനസ്സിലായോ? ഇനി അത് പറഞ്ഞാൽ പോരാ, ഇതിൻ്റെ ബേസിൽ 3 തരത്തിൽ ഇത് വരാം. മനസ്സിലായി? ഇപ്പം നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ കോഷനും ഫ്രിക്ഷനും ഉള്ള സോയിലാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയണേ? സോയിലിനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ഷിയർ സ്ട്രെങ്ത്. കോഷനിലെ സോയിൽ എന്ന് പറയുമ്പോൾ എന്താ? കോഷനേ ഇല്ല. എൻറ്റയർ ഷിയർ സ്ട്രെങ്ത് ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ കാരണമാണ് അവിടെ. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലേ, മണലിനൊക്കെ ഉള്ളത് ഫ്രിക്ഷനാണ്. സാൻഡ്, ഗ്രാവൽ അങ്ങനെയുള്ള സോയിൽസിനാണ്
ഇതിനെയാണ് നമ്മൾ കോഷ്യൻ്റെ സോയിൽ എന്ന് പറയുക, അല്ലെങ്കിൽ ഫൈ സോയിൽ എന്ന് പറയും. അവിടെ കോഷ്യൻ എത്രയായിരിക്കും? കോഷ്യൻ സി ആണ് പറയുക കേട്ടോ. കോഷ്യൻ്റെ നൊട്ടേഷൻ സി ആണ്. സി 0 ആയിരിക്കും, 5 വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ബട്ട് എൻ്റെ ഷിയർ സ്ട്രെങ്ത് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഇന്റർഗ്രാനുലാർ ഫ്രിക്ഷൻ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? കോഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഇന്റർസെപ്റ്റ് വരില്ലല്ലോ, അപ്പോൾ നേരെ ഒറിജിനിൽ നിന്ന് ആയിരിക്കും ലൈൻ വരിക. അപ്പോൾ ലൈൻ്റെ അവിടെ നിങ്ങൾ ലൈൻ്റെ ഇക്വേഷൻ എഴുതി വെക്കണം. എസ് ഈക്വൽ ടു സി പ്ലസ് സിഗ്മ ടാൻ ഫൈ ആയിരുന്നു. കോഷൻ ഇല്ലാത്തതുകൊണ്ട് എന്ത് വരും? സിഗ്മ ടാൻ ഫൈ എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഫിഗർ ഇങ്ങനെയാണ് വരിക. മനസ്സിലായോ? അപ്പോൾ സി ഈക്വൽ ടു 0 എന്നൊക്കെ കൂടെ മാർക്ക് ചെയ്യുക. ഇതിനെ ഫൈ സോയിൽ എന്ന് വിളിക്കാം. ഇനി പ്യുവർലി കോസി സോയിൽ ആണെങ്കിൽ എന്ത് വരും? കോഷൻ മാത്രമേ ഉള്ളൂ, ഫ്രിക്ഷൻ ഇല്ല. ശരിക്കും ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൈൻ്റെ ഇൻക്ലിനേഷൻ ടു ദി ഹൊറിസോണ്ടൽ ആണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവർലി കോസമാണെങ്കിൽ ഫൈ 0 അല്ലേ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ 0 അല്ലേ, സി ഉണ്ട് ഫൈ ഇല്ല. ഫൈ ഇല്ല എന്ന് പറഞ്ഞാൽ ലൈൻ ഇങ്ങനെ പോണ്ടേ. അപ്പോൾ അതെന്തായിരിക്കും? എസ് ഈക്വൽ ടു സി പ്ലസ് സിഗ്മ ടാൻ ഫൈ. ടാൻ ഫൈല് ടാൻ 0, അപ്പോൾ എസ് ഈക്വൽ ടു സി ആയിരിക്കും അവിടെ വരിക. മനസ്സിലായോ? ഇത് ക്ലേ ആണ് ഇതിൻ്റെ എക്സാമ്പിൾ. സാച്ചുറേറ്റഡ് ക്ലേ ആണ് ഇതിൻ്റെ എക്സാമ്പിൾ. ദാറ്റ് ഈസ് മോയിസ്റ്റ് ക്ലേസ് ഓർ സാച്ചുറേറ്റഡ് ക്ലേസ് ആർ ദി എക്സാമ്പിൾസ് ഫോർ പ്യുവർലി കോസി സോയിൽ. ഓക്കെ, അതായത് ഡ്രൈ ക്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഡ്രൈ ക്ലേ ആകുമ്പോൾ അത് തമ്മിൽ എന്ത് വരുന്നില്ല? സ്റ്റിക്കി ഫോഴ്സ് ഒന്നും വരുന്നില്ലല്ലോ. അതാണ് വാട്ടർ വരുമ്പോൾ തന്നെയാണ് ക്ലേയിൽ എപ്പോഴും വാട്ടർ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ക്ലേ ഈസ് വെരി ഹൈഗ്രോസ്കോപ്പിക്. ക്ലേയിൽ ഇങ്ങനെ ഉപ്പിലേക്ക് വെള്ളം വരില്ലേ, അതേപോലെയാണ് ക്ലേ എന്ന് പറയുമ്പോൾ. അത് വെറുതെ ഇരിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്ന ഒരു രീതിയിൽ വരും. വെള്ളത്തിന് അത് പെർമിയബിലിറ്റി കുറവാണ്, അതുകൊണ്ട് ആ വെള്ളത്തിന് അത് അങ്ങനെ റീറ്റെയിൻ ചെയ്ത് വെക്കും. അതാണ് ഇവർ പറയുന്നത് സാച്ചുറേറ്റഡ് ക്ലേസ്. മനസ്സിലായി? അപ്പോൾ ഇത് പഠിക്കണം കേട്ടോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സീരീസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അടുത്തത് രണ്ടും കൂടി, ഇപ്പം മണലും സാൻഡും കൂടി മണലും ക്ലേയും കൂടി മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ഇഫ് യു ആർ മിക്സിങ് ദ ക്ലേ വിത്ത് ഗ്രാവൽ ഓർ സാൻഡ് യു ആർ പ്രൊഡ്യൂസിങ് എ C5 സോയിൽ, കോസി ഫ്രിക്ഷണൽ സോയിൽ അല്ലേ. അപ്പോൾ അതിൽ കോഷനും ഉണ്ടായിരിക്കും, ഫ്രിക്ഷനും ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ മോർ എൻവലപ്പ് നിങ്ങൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വാട്ട് ഈസ് ഷിയർ സ്ട്രെങ്ത്, ഓൺ ദി ബേസ് ഓഫ് ഷിയർ സ്ട്രെങ്ത് ഹൗ ക്യാൻ യു ക്ലാസിഫൈ ദ സോയിൽ. ഇനി ടെസ്റ്റുകളൊക്കെ പഠിക്കണം കേട്ടോ. ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് നമ്മൾ ലാബിൽ പോയി പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും ഞാൻ അധികം പറയുന്നില്ല, കാരണം ലാബിൽ നിങ്ങളെ പോയി കാണിച്ചതാണ്. ഇതിലിങ്ങനെ മണ്ണ് ഇങ്ങനെ നിറച്ചിട്ട് ദിസ് ഈസ് ഡയറക്റ്റ് ഷിയർ ബോക്സ്. ഡയറക്റ്റ് ഷിയർ ബോക്സിൽ നിങ്ങൾ സോയിലിനെ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? അവിടെ പോയിട്ട് നമ്മൾ ലോഡ് കൊടുക്കുന്നു. ദെൻ അതിൻ്റെ ഫെയിലിയർ നോട്ട് ചെയ്യുന്നു. ഫെയിലിയർ മീൻസ് this is a half split box, so when one upper half slides over the lower half, അപ്പോൾ യു ക്യാൻ സി എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ ഒരു ഫെയിലിയർ സംഭവിച്ചു എന്ന് മനസ്സിലാവും. മൂവിയില്ലേ, ഇതിങ്ങനെ ഒരു ബോക്സ് പോലെയാണ്. മുകളിലത്തെ പാളി താഴത്തെ പാളിയിൽ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ അങ്ങനെയാണ് നമുക്കിത് മനസ്സിലാവുക. എന്ത് മനസ്സിലാവും? അപ്പോൾ ഇവിടുത്തെ പ്രൂവിങ് റിങ്ങിൽ കോൺസ്റ്റൻ്റ് ആവും ചെയ്യും. ഓക്കെ, അതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സാൻഡി സോയിലിനാണ് നമ്മളിത് ചെയ്യുക, ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ടോ ഈക്വൽ ടു സി പ്ലസ് സിഗ്മ ടാൻ ഫൈ എന്നൊക്കെ എഴുതി വയ്ക്കുക. ഇത് എന്തായാലും ഇത് നോക്കി വെച്ചോളൂ. അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എപ്പോഴും ചോദിക്കാറുണ്ട്. സിമ്പിളാണ്, ക്യുക്കാണ്. ഇതിൽ പറയുന്ന പോയിന്റ്സ് തന്നെ എഴുതാൻ നോക്കണം കേട്ടോ. വെറുതെ കുറേ പോയിന്റ് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ എഴുതണം. മനസ്സിലായോ? അപ്പോൾ ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത് എന്താണ്? നമ്മൾ തന്നെ ഒരു എന്താ പറയുക, ആ ബോക്സിന് ഒരു ഇതുണ്ടാക്കി കൊടുത്തിരിക്കുകയല്ലേ. മീൻസ് അതിൻ്റെ അവിടെ ആ ഒരു പ്ലെയിനിൽ മാത്രമല്ലേ ഫെയിലിയർ സംഭവിക്കുള്ളൂ. കാരണം ആ ഒരു ബോക്സ് ഇങ്ങനെ രണ്ട് പൊളിയുള്ള ഒരു ബോക്സാണ്. സോ ആ ഒരു അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലല്ലേ ഫെയിലിയർ സംഭവിക്കുള്ളൂ. അപ്പോൾ വീക്ക് പ്ലെയിനിൽ സംഭവിക്കില്ല. ആക്ച്വലി വീക്ക് പ്ലെയിനിലാണ് സംഭവിക്കേണ്ടത്. ബട്ട് സിൻസ് യു ഹാവ് ഫെസിലിറ്റേറ്റഡ് എ പ്ലെയിൻ ഫോർ ഫെയിലിയർ, അവിടെ സംഭവിക്കില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് സിയും ഫൈയും ഇത് ഈ ടെസ്റ്റ് പ്രകാരം കണ്ടുപിടിക്കാം. ഓക്കെ, ഗ്രാനുലാർ സോയിൽ ഗ്രാവലും സാൻഡിനും ഒക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നോൺ യൂണിഫോം ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ ഏരിയ സ്ലൈഡിങ് ചേഞ്ച്, അതായത് ഈ ബോക്സ് ഇങ്ങനെ മറ്റേ മുകളിൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ഏരിയ ഓഫ് കോണ്ടാക്ട് വേരി ചെയ്യില്ലേ. പക്ഷെ നമ്മൾ കാൽക്കുലേഷനിൽ ഏരിയ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് എടുക്കണേ. അപ്പോൾ ആക്ച്വലി ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ്. മനസ്സിലായോ? ഇനി ഇതിൽ വെച്ചിട്ട് എന്താ നമുക്ക് ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റർ സിയും ഫൈയും കണ്ടുപിടിക്കാം. അപ്പോൾ ടെസ്റ്റിനെ പറ്റി മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും പ്രൊസീജിയർ ചോദിച്ചിട്ടില്ലെങ്കിലും ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൂടുതൽ ചോദിക്കാറുണ്ട്. ടെസ്റ്റും ചോദിക്കാം കേട്ടോ, പ്രൊസീജിയറും ചോദിക്കാം. ഞാനത് വീഡിയോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നോക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ UCC ടെസ്റ്റ് ആണ്. ഇത് ആദ്യം ഡയറക്റ്റ് ഷിയർ ആർക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ? സാൻഡി സോയിലിനല്ലേ നല്ല റിസൾട്ട് തരിക.
അപ്പോൾ ക്ലേ സോയിലിന് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ ഓർ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ UCC ടെസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ UCC എന്ന് പറയുന്നത് ക്ലേ സോയിലിനാണ് ചെയ്യുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേതാ ഇങ്ങനൊരു സാധനം പ്രിപ്പയർ ചെയ്യുന്ന പറഞ്ഞില്ല, ഒരു പുട്ടുപരുവത്തിൽ നമ്മൾ സോയിൽ സാമ്പിൾ ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടറിക്കൽ കോർ അല്ലേ. ഇൻ എ സ്പ്ലിറ്റ് മോൾഡ് സിലിണ്ടർ യു ആർ പ്രിപ്പയറിംഗ് ദ സോയിൽ സ്പെസിമെൻ ആസ് എ സിലിണ്ടറിക്കൽ കോർ. Then that thing is subjected to loading in your unconfined compression test apparatus. UCC test apparatus എന്ന് പറഞ്ഞാലും മതി. UCC test apparatus നമ്മളിങ്ങനെ കൊടുക്കും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ടച്ച് ചെയ്യും. ഇവിടെ ഒരു ലോഡിംഗ് ഫ്രെയിം ഉണ്ട്. ദാറ്റ് ലോഡിംഗ് ഫ്രെയിം ഈസ് അലൗഡ് ടു ടച്ച് അപ്പോൺ യുവർ സോയിൽ സർഫസ്. ദെൻ യു ആർ ഇൻക്രീസിങ് ദ ലോഡ്. അങ്ങനെ ലോഡ് കൂട്ടുമ്പോൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇത് ബ്രേക്ക് ആവുന്ന കാണും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റർ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി UCC പഠിക്കുമ്പോൾ നിങ്ങൾ നോർമൽ സ്ട്രെസ് σ1 ഇതാണ് നമ്മൾ എന്താ പറയുക ലോഡിംഗ് ഫ്രെയിമിൽ നിന്ന് വരുന്ന σ1 എന്ന് പറയുന്ന സ്ട്രെസ്. സൈഡിൽ നിന്ന് ഒരു പ്രഷറും ഇല്ലല്ലോ, കണ്ടോ, സൈഡ് ഫ്രീ അല്ലേ, ഇതിന് ചുറ്റുപാട് ആരും ഒരു സ്ട്രെസ് കൊടുക്കുന്നില്ലല്ലോ. അപ്പം അതാണ് ഇവിടെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് σ3 = 0, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് σ1 = 0 എന്നുള്ളത് മനസ്സിലാക്കണം. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് വരിക. ഇഫ് യു ആർ പ്ലോട്ടിങ് എ മോർ സർക്കിൾ എന്ത് വരും, σ3 0 അല്ലേ, σ3 0, σ1ന്റെ വാല്യൂ ഉണ്ടായിരിക്കും. ബ്രേക്കിംഗ് ലോഡ് ബൈ ഏരിയ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, σ1 കിട്ടും. സോ σ3 0 ആണ്, σ1 വാല്യൂ ഉണ്ടായിരിക്കും. വിത്ത് ദാറ്റ് ഡയമീറ്ററിക് എൻഡ്സ് നമ്മൾ സർക്കിൾ വരയ്ക്കും. ആ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് എന്ത് പറയുന്നത്, സർക്കിളിന്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് UCC വാല്യൂ ഓഫ് ദ സോയിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ UCC വാല്യൂ ഓഫ് ദ സോയിൽ. ദെൻ കോഷൻ എന്തായിരിക്കും, കോഷൻ വിൽ ബി ഹാഫ് ഓഫ് ദി UCC വാല്യൂ. കണ്ടോ, ഇതല്ലേ കോഷൻ വരിക. ഇതെന്ന് പറയുമ്പോൾ റേഡിയസ് അല്ലേ വരുള്ളൂ, ഉറപ്പല്ലേ. ഇതേട്ടാ, ഇത് ടാൻജന്റ് മുതൽ ഇവിടെ നമ്മൾ ആ മോർ എൻവലപ്പ് നമ്മൾ നേരത്തെ വരച്ച് ഓർക്കുന്നില്ലേ, അപ്പോൾ അതായിരുന്നില്ലേ ഇവിടെ ഒരു മോർ എൻവലപ്പ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ദാറ്റ് ഇസ് ടാൻജന്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ അവിടുന്ന് ഒറിജിൻ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ y = mx + e എന്ന് പറഞ്ഞിട്ട് കോഷൻ എന്ന് പറഞ്ഞത്. സോ കോഷൻ ഈസ് നമുക്കറിയാം ഇത് UCC വാല്യൂ ആണെങ്കിൽ UCC വാല്യൂ ബൈ 2 അല്ലേ വരിക. അപ്പം അതൊക്കെയാണ് റിസൾട്ട് ആയിട്ട് പറയേണ്ടത്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഈ ഒരു ഇക്വേഷനാണ്. ഇത് കാണാപ്പാഠം പഠിക്കണം. എന്താണ് σ1 σ3 തമ്മിൽ φ തമ്മിലുള്ള റിലേഷൻ, ഇത് പഠിക്കുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. σ1 ബാർ = σ3 ബാർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. σ1 = σ3 tan square alpha plus 2c tan alpha where alpha = 45 + 5/2. ഈ ഇക്വേഷൻ ഇത് ചോദിക്കാറുണ്ട്. നമ്മുടെ സീരീസിനും ഞാനിത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അറിയുന്ന റിസൾട്ട് എന്താണ്, കോഷൻ = UCC വാല്യൂ ബൈ 2 ആണ്. ഇനി ഇതിൻ്റെ മെറിറ്റ്സ് നോക്കുമല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലേക്കാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ സിമ്പിളാണ്, ക്യുക്കാണ്. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂയും കൂടി ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. മനസ്സിലായോ? സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്തായിരുന്നു, സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ UCC വാല്യൂ ഓഫ് ദി അൺഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റ് ബൈ UCC വാല്യൂ ഓഫ് ദി റീമോൾഡഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് സോയിലിൻ്റെ ഒരു പാരാമീറ്റർ ആണ്. അപ്പോൾ അത് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇത് കണ്ടോ, ഇത് സാൻഡിൽ എന്തായാലും ചെയ്യാൻ പറ്റില്ല. സാൻഡ് ഒരു പുട്ടിനെ പോലെ നിൽക്കില്ലല്ലോ, മനസ്സിലായോ? മണൽ ഗ്രാവലും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഫിഷേർഡ് ക്ലേയിലും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഭയങ്കര ക്രാക്കി ആയിട്ടുള്ള അങ്ങനത്തെ ലൈം സ്റ്റോണൊക്കെ മീൻസ് പൊട്ടി പോകുന്ന തരം ക്ലേസ് ഉണ്ടാവില്ലേ, അല്ലേ? ഒരു വീക്ക് ക്ലേസ്, ക്ലേ തന്നെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് നിൽക്കാത്ത ക്ലേസ് ഉണ്ടാവില്ലേ, അപ്പോൾ അതാണ് ഫിഷേർഡ് ക്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ. അപ്പോൾ ഇതേ വേർഡ്സ് ഒക്കെ എഴുതിയാൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ. ദെൻ അതുപോലെ ആംഗിൾസ് ഓഫ് ഫ്രിക്ഷൻ, ഇതെന്താണ്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ 0 ആണെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ല? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആർക്കാ ഉണ്ടാവുക? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആർക്കാ ഉണ്ടാവുക? ജോബിൻ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫ്രിക്ഷൻ ആർക്കാണ് ഉണ്ടാവുക? ക്ലേക്കാണോ ഉണ്ടാവുക, സാൻഡിനാണോ ഉണ്ടാവുക? ക്ലേക്കല്ല. ആംഗിൾ ഓഫ് ക്ലേക്ക് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ വരുന്നത് മണൽ നിന്റെ കയ്യിലൊന്നും അങ്ങനെ ഓൾറെഡി നോക്കുക, അപ്പോൾ ഒരു ഒര വരുന്നില്ലേ, അതാണ് അതിന്റെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ മണലിനും ഗ്രാവലിനുമാണ് ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ വരുന്നത്. അപ്പൊ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഉള്ള മണ്ണുകൾ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് പോലെ നിൽക്കില്ലല്ലോ, മണല് കലർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ടെസ്റ്റ് റിസൾട്ട് കിട്ടില്ല. അപ്പൊ അത് ആ ഒരു മിസ്ലീഡിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ട്രൈ ആക്സിയൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു.
ട്രയാക്സിയൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു അപ്പാരറ്റസിലാണ് നമ്മൾ ചെയ്യുക. ട്രയാക്സിയൽ എന്ന് പറയുന്നത് എന്തായിരുന്നു നോക്കി നോക്കൂ. ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഒരു പുട്ടിന്റെ പരുവത്തിൽ വെച്ചു. പക്ഷെ നമ്മൾ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ മണ്ണിരിക്കുമ്പോൾ മണ്ണിന്റെ സൈഡിൽ നിന്ന് ഫീൽഡിൽ മണ്ണിരിക്കുകയാണെങ്കിൽ സൈഡിൽ നിന്ന് ലാറ്ററൽ പ്രഷർ അപ്പുറത്തുരിക്കുന്ന മണ്ണുകളെ അതിൽ സൈഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നില്ലേ. പക്ഷെ യൂസിസ് ചെയ്തപ്പോൾ നമ്മൾ സൈഡ് ഫോഴ്സ് കൊടുത്തില്ല. അപ്പോൾ അവർ പറയുന്നു ട്രയാക്സിയൽ ചെയ്യുകയാണെങ്കിൽ ട്രയാക്സിയൽ എന്ന് പറയുന്ന ഒരു അഡ്വാൻസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സൈഡ് പ്രഷർ കൊടുക്കാം. വാട്ടർ വെച്ചിട്ട് ഫിൽ ചെയ്തിട്ടാണ് നമ്മളിവിടെ സൈഡ് പ്രഷർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയണത്, ഇതിൽ സിഗ്മ 3 ഉണ്ടാവും. അത് മാത്രമാണ് വ്യത്യാസം. കണ്ടോ, സിഗ്മ 3 ഇവിടെ സിഗ്മ 1 ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടോ. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഈ പിക്ചർ ഇതുണ്ട്. ഇങ്ങനെ ഒരു നമ്മൾ ഒരു സോയിൽ സിലിണ്ടറിക്കൽ കോറായിട്ട് ലെങ്ത് 2 times ദാൻ ദി ഡയമീറ്റർ ആയിട്ട് നമ്മൾ സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സൈഡിൽ സിഗ്മ സെൽ പ്രഷർ കൺഫൈനിങ് പ്രഷർ അതാണ് സിഗ്മ 3 കേട്ടോ. ഇനി മേളിൽ നിന്ന് വരുന്ന ഒരു മേളിൽ ഏത് ലോഡിലാണ് ഇത് ബ്രേക്ക് ആയത് ഇതിനെയാണ് നമ്മൾ ഡീവിയേറ്റർ സ്ട്രെസ് എന്ന് പറയുക. ഇനി ഡീവിയേറ്റർ സ്ട്രെസ്സിന്റെ കൂടെ സെൽ പ്രഷറും കൂടി ആഡ് ചെയ്താൽ നമുക്ക് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1 കിട്ടും. ഇതെന്തായാലും അറിയണം, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. ഞാൻ എന്താ പറഞ്ഞേ, ഇവിടെ നമ്മൾ സെൽ പ്രഷർ കൊടുക്കും. ഓരോരോ സെൽ പ്രഷറും ആദ്യം ഒരു 1 kPa സെൽ പ്രഷർ കൊടുക്കും. അപ്പോൾ എത്ര ഡീവിയേറ്റർ സ്ട്രെസ് ഉണ്ടായി എന്ന് നോക്കും. അതിനനുസരിച്ചിട്ട് എന്താ പറഞ്ഞ ഒരു 1 kPa സെൽ പ്രഷർ കൊടുക്കും. അപ്പോൾ ഏത് ഡീവിയേറ്റർ സ്ട്രെസ്സിലാണ് നമ്മുടെ സ്പെസിമെൻ ബ്രേക്ക് ആയതെന്ന് നോക്കും. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോർ സർക്കിൾ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അടുത്ത് ഒരു 2 kPa കൊടുക്കുകയാണ് സെൽ പ്രഷർ. വീണ്ടും വെള്ളത്തിന്റെ പ്രഷർ കൂട്ടുകയാണ് സൈഡ്. അപ്പോൾ അതിനേക്കാളും വലിയ ലോഡിലല്ലേ ബ്രേക്ക് ആയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ 2-3 ട്രയൽ എടുത്തിട്ട് 2-3 മോർ സർക്കിൾ വരയ്ക്കും. മോർ സർക്കിൾ 1, മോർ സർക്കിൾ പിന്നെ ബിഗ് 1, പിന്നെ ബിഗ്ഗസ്റ്റ് 1 എന്നുള്ള രീതിയിൽ 3 മോർ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ടാൻജന്റ് വരച്ചിട്ടൊക്കെയാണ് ട്രയാക്സിയലിന്റെ റിസൾട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ സെൽ പ്രഷറും ഡീവിയേറ്റർ സ്ട്രെസ്സും ആയിരിക്കും അവർ തരിക. അപ്പോൾ അതിനെ നമ്മൾ സെൽ പ്രഷർ എന്ന് പറഞ്ഞാൽ സിഗ്മ 3 ആണ്. ഡീവിയേറ്റർ സ്ട്രെസ്സിന്റെ കൂടെ സെൽ പ്രഷർ ആഡ് ചെയ്താൽ സിഗ്മ 1 കിട്ടും. അത് വെച്ചിട്ട് വേണം നമ്മൾ പരീക്ഷ മീൻസ് ഈ പ്രോബ്ലംസ് വരുമ്പോൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അത് പഠിക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ പ്രൊസീജിയർ ഒന്നും ഞാൻ പറയുന്നില്ലേ, അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ തന്നെയാണ് അതിനെ പറ്റിയതാളത്. ഇനി അതിൽ തന്നെ ഇതൊന്നും നോക്കണം എന്നില്ല. ഈ ഒരു സംഭവം വരച്ച് വെച്ചാൽ വേണ്ട, 3 സർക്കിൾ വരച്ചു എന്ന് പറഞ്ഞില്ലേ, 3 പ്രാവശ്യം ചെയ്യും. ആദ്യം ഒരു സിഗ്മ 3 ചെയ്യും, പിന്നെ സിഗ്മ 3 കൂട്ടും, പിന്നെ സിഗ്മ. അപ്പം അതിനനുസരിച്ച് സിഗ്മ 1 കൂടി വരും. എന്നിട്ട് 3നും കൂടിയിട്ടുള്ള ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുമ്പോൾ 3ൻ്റെയും കണക്ട് ചെയ്യുന്ന ടാൻജന്റ് ആണ് നമ്മുടെ ഫെയിലിയർ എൻവലപ്പ് വരിക. ക്ലിയർ ആണോ? അപ്പം അത് വരയ്ക്കുക കേട്ടോ. ഇനി അത് കഴിഞ്ഞു. ഇനി വെയിൻ ഷിയർ എന്ന് പറയുന്നതാണ് 4ാമത്തെ ടെസ്റ്റ്. അത് ഫീൽഡിലും ലാബിലും ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. നമ്മൾ അതിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു എന്താ പറയുന്നത്, ഒരു ബ്ലേഡ് പോലെ ഒരു സാധനം ഉണ്ടായിരിക്കും. 2 ബ്ലേഡുകൾ ഇങ്ങനെ 90 ഡിഗ്രിയിൽ നിൽക്കുന്ന പോലെ ഒരു ഉണ്ടായിരിക്കും. ഒരു പിസ്റ്റൺ ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോർക്കാണ് കൊടുക്കുന്നത്. നമ്മൾ ആ സോയിലിൽ ഈ വെയിനെ നമ്മൾ ഗ്രൗണ്ടിൽ വെക്കും. എന്നിട്ട് നമ്മൾ ടോർക്ക് അപ്ലൈ ചെയ്യും. ഏത് ടോർക്കിലാണ് നമ്മുടെ സോയിൽ ഫെയിൽ ആയത്, സോയിൽ ഇങ്ങനെ ഫുള്ളായിട്ടൊരു എന്താ പറയുക ചെതറിപ്പോവില്ലേ, ആദ്യം കുറച്ച് ടോർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സോയിൽ അനങ്ങില്ല. ഇങ്ങനെ കുറെ നല്ലൊരു ട്വിസ്റ്റ് കൊടുത്താലായിരിക്കും സോയിൽ ഇങ്ങനെ ഷിയർ ചെയ്ത് പോവുക. ജസ്റ്റ് ഒരു ഐസ്ക്രീം സ്കൂപ്പ് പോലെ ഇങ്ങനെ ഇതായിട്ട് വരില്ലേ. അപ്പം അത് ഏതിലാണെന്നുള്ളത് നമ്മൾ നോക്കും. മനസ്സിലായോ? അതിൻ്റെ ബേസിലാണ് നമ്മൾ ആ ടോർക്കും നമ്മുടെ ഈ സാധനത്തിൻ്റെ ഈ ഡിവൈസിൻ്റെ ഈ ഹൈറ്റും അതുപോലെ അതിൻ്റെ ഒരു സർക്കംഫറൻസും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇക്വേഷനാണ് ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ. S=T+, ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഷിയർ സ്ട്രെങ്ത് വെയിൻ ഷിയറിലൊക്കെ പ്രോബ്ലം ആണ് വരാൻ ചാൻസ്. അപ്പോൾ അല്ലെങ്കിൽ പ്രൊസീജിയർ വന്നാൽ ഈ 4 സ്റ്റെപ്പാണല്ലോ. നമ്മൾ ആ ഒരു ലെവലിൽ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് വെയിൻ ഷിയർ അവിടെ വെക്കുന്നു, എന്നിട്ട് അതിന് ഈ സാധനത്തിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നു, കറക്കുന്നു. ഏത് ടോർക്കിലാണ് ഇത് ബ്രേക്ക് ആയത്, ഷിയർ ആയത്, മൂവ് ചെയ്തത് എന്നുള്ളത് നോട്ട് ചെയ്തിട്ട് ടോർക്ക് അറിയാമെങ്കിൽ ഡയമീറ്ററും ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് അറിയാമെങ്കിൽ ഇക്വേഷൻ കാണാതെ എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഷിയർ സ്ട്രെങ്ത് കിട്ടും. ക്ലിയർ അല്ലേ? എല്ലാ ടെസ്റ്റിന്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കണം കേട്ടോ. ഇത് സിമ്പിൾ ക്യൂക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നേരത്തെ UCC പറഞ്ഞ പോലെ തന്നെ സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാം അങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതൊക്കെ പഠിക്കാം. ക്ലിയർ അല്ലേ? ഇനി ഇത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിച്ചോ. ഇത് ചോദിക്കാറുണ്ട്, ഇത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിച്ചോ. 2 സ്റ്റേജിലായിട്ടാണ് ഷിയർ സ്ട്രെങ്ത് ടെസ്റ്റ് നടക്കുക. കൺസോൾട്ടേഷൻ സ്റ്റേജിലും ഷിയർ സ്റ്റേജിലും. ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് ഒരു നിങ്ങളുടെ രീതിയിലായിട്ട് പഠിച്ചാൽ മതി. ഇത് ചോദിക്കാറുണ്ട് UU ടെസ്റ്റ്, CU ടെസ്റ്റ്,
ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു CD ടെസ്റ്റ്. മനസ്സിലായോ? ഇനി ഈ പ്രോബ്ലത്തിന്റെ മുന്നേ നമുക്ക് ഇതിലേക്ക് പോവാം. ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സിൻസീന അത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഒന്ന് സൂം ചെയ്താൽ മതി കേട്ടോ. ഞാനത് പെട്ടെന്ന് നിങ്ങൾ കാണുന്നില്ലെങ്കിലേ നമ്മുടെ മൊബൈലിൽ സൂം ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഇവിടെ കണ്ടോ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരികയാണെങ്കിൽ ഇവിടെ നോർമൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ് എന്നുള്ളതായിരിക്കും 2 കോളം എന്ന് വിചാരിക്കുക. ഓക്കെ. ഇനി ഡയറക്റ്റ് ഷിയർ ആണെന്ന് ചിലപ്പോൾ പറയും, അവർ ചിലപ്പോൾ പറയില്ല. പക്ഷെ നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അവരുടെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. കോഷനും ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഫൈയും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മോർ സർക്കിൾ പ്ലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എപ്പോഴും കുട്ടികളെ തെറ്റിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇങ്ങനെ നോർമൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ് ആണെങ്കിൽ നമ്മൾ സർക്കിളേ വരയ്ക്കണ്ട, നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വരച്ചാൽ മതി. എന്താണ് ആ ലൈൻ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്താ ചെയ്യുക? ഷിയർ സ്ട്രെസ് Y ആക്സിസിലും നോർമൽ സ്ട്രെസ് X ആക്സിസിലും വരയ്ക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ടും ഒരേ സ്കെയിലിൽ വേണം വരയ്ക്കാൻ. ഇവിടെ നോർമൽ സ്ട്രെസ് എങ്ങനെയാണ് പോയത്? മിനിമം വാല്യൂ 15, 30, 45. അപ്പം മിനിമം 15, മാക്സിമം 45. ഇവിടെ എത്ര വന്ന ഷിയർ സ്ട്രെസ്? മിനിമം 18, മാക്സിമം 32. അപ്പം നമുക്ക് എങ്ങനെ സ്കെയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്? അമ്മൻ ഒന്ന് പറഞ്ഞേ, ഇതിന് എങ്ങനെ സ്കെയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്? രണ്ടിനും ഒരേ സ്കെയിൽ വേണം. X ആക്സിസിൽ ഷിയർ സ്ട്രെസ്, Y ആക്സിസിൽ നോർമൽ സ്ട്രെസ്. പക്ഷെ രണ്ടിനും ഈ മൊഡ്യൂളിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരേ സ്കെയിലിൽ വേണം വരയ്ക്കാൻ. X എങ്ങനെ പോയി അതേപോലെ Y പോകണം. അപ്പം എങ്ങനെയായിരിക്കും ഗ്രാഫ് വരയ്ക്കാൻ പറ്റുക? അമ്മൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? കേട്ടില്ലേ? ക്വസ്റ്റ്യൻ കേട്ടില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്താൽ മതി? നമുക്ക് എന്ത് ചെയ്താൽ 10, 20, 30, 40, 50 എടുത്താൽ പോരെ? അതേപോലെ ഇവിടെ 10, 20, 30, 40, 50 എടുത്താൽ പോരെ? അപ്പൊ അങ്ങനെയാണ് ഇവർ എടുത്തിരിക്കണേ. കണ്ടോ? അതൊന്ന് മനസ്സിലാക്കണം. ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് കണ്ടാൽ, ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ ഇത് വേറെ സർക്കിൾ ഒന്നും വരയ്ക്കാൻ പോകരുത്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ? ഡയറക്റ്റ് ഷിയർ എന്നുണ്ടായിരിക്കും, നോർമൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ് എന്നുണ്ടായിരിക്കും. ആൻഡ് ക്വസ്റ്റ്യൻ വിൽ ബി ടു ഫൈൻഡ് ദി ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്തെടുക്കുന്നു? ഗ്രാഫ്, പരീക്ഷയ്ക്ക് ഗ്രാഫ് ഒന്ന് ആദ്യം നിങ്ങൾ ആൻസർ ബുക്ക്ലെറ്റിൽ ഇത് ചോദിക്കുകയാണെങ്കിൽ, യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുകയാണെങ്കിൽ ആദ്യം പേപ്പറിലൊന്ന് വരയ്ക്കുക, എന്നിട്ട് ഗ്രാഫിൽ വരയ്ക്കുക. ഗ്രാഫ് അഥവാ പോവുകയാണെങ്കിലോ, അപ്പോൾ അതൊന്ന് നോട്ടിലും കൂടി വരച്ച് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ നോർമൽ ഷിയർ സ്ട്രെസ്സിൻ്റെ നൊട്ടേഷൻ ടോ എന്നാണ്. നോർമൽ സ്ട്രെസ്സിൻ്റെ നൊട്ടേഷൻ സിഗ്മ. അതുകൊണ്ടാണ് അവരിങ്ങനെ എഴുതിയത്. അതിപ്പോൾ അങ്ങനെ എഴുതിക്കൊള്ളണമെന്നൊന്നുമില്ല. ഏതാണ്? ഷിയർ സ്ട്രെസ് ടോ Y ആക്സിസിൽ വരണം, നോർമൽ സ്ട്രെസ് സിഗ്മ ഇതിവിടെ വരണം. എന്നിട്ട് രണ്ടും കൂടി ഇതാവും. എന്നിട്ട് നമ്മളെ ലോക്കസ് കണക്ട് ചെയ്യുക. ആദ്യത്തെ പോയിന്റ് എത്രയായിരുന്നു? 15, 18 അല്ലേ? അപ്പം X ആക്സിസിൽ നിന്ന് 15 വരണം, X ആക്സിസിൽ നിന്ന് 15, Y ആക്സിസിൽ നിന്ന് 18 വരുമ്പോൾ ഫസ്റ്റ് പോയിന്റ് കിട്ടി. അപ്പം അത് അവർ എവിടെയെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. സെക്കൻഡ് പോയിന്റ് എത്ര വന്നത്? വേണ്ട, 30, 25. അപ്പോൾ ഇവിടെ 30, പിന്നെ ഇവിടുന്ന് 25. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ 3 പോയിന്റിനെ കണക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ കണക്ട് ചെയ്ത് ഒറിജിനിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, കാരണം ഇത് ഇങ്ങനെയല്ലേ പോയിരിക്കണേ. അപ്പം നമ്മൾ അതിനെ ഇങ്ങനെ ബാക്ക് ട്രേസ് ചെയ്ത് കൊണ്ടുവന്നാൽ ഇവിടെയാണ് അത് മുട്ടിയിട്ടുണ്ടാവുക. അതാണ് അങ്ങനെ വരച്ച് വെക്കുക. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഒരു ലൈൻ കിട്ടിയല്ലേ, അതാണ് മോർ എൻവലപ്പ് ഓർ ഫെയിലിയർ എൻവലപ്പ് ഓഫ് ദാറ്റ് സോയിൽ. ഡയറക്റ്റ് ഷിയർ ചെയ്തപ്പോൾ സോയിൽ ബ്രേക്ക് ആയപ്പോൾ നമുക്ക് കിട്ടിയ ഇതാണ് ഈ ലൈൻ. മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് എത്രയാണ് ഈ ചെരിവ് ഓഫ് ദിസ് ലൈൻ ടു ദി ഹൊറിസോണ്ടൽ ആക്സിസ് എന്നുള്ളത് നോക്കുക. അതിനെയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഫൈ എന്ന് പറയും. കണ്ടോ? പ്രൊട്രാക്ടർ എടുത്ത് മെഷർ ചെയ്തപ്പോൾ അവർക്ക് 5 = 26 ഡിഗ്രി എന്ന് കിട്ടിയത് കണ്ടോ? അത് അവിടെ എഴുതി വെക്കുക. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഫൈ, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇന്റർണൽ റെസിസ്റ്റൻസ് എന്ന് പറയും, അത് ഫൈ. ഇനി ഇതെന്താണ്? ഈ കോഷൻ എത്രയാണ്? കോഷൻ ഈ ഒറിജിനൽ എന്നും നമ്മുടെ ഈ ലൈൻ മുട്ടി നിൽക്കുന്നത് ഉള്ള ആ ദൂരത്തിനെയാണ് നമ്മൾ കോഷൻ എന്ന് പറയാം. അപ്പൊ കറക്റ്റ് ഗ്രാഫിൽ വരച്ചാൽ നിങ്ങൾക്ക് ഇവിടെ 10 അല്ല, 10 കഴിഞ്ഞിട്ട് ഒരു പൊടിക്ക് കൂടുതലുണ്ട്, 11 ഗ്രാഫിലൊക്കെ കറക്റ്റ് ആയിട്ട് വരച്ചാൽ കിട്ടുക. മനസ്സിലായില്ലേ? അശ്വിൻ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒരു ഓക്കെ പറയൂ. അടുത്തേക്ക് പോട്ടെ. അശ്വിൻ ഇല്ലേ അവിടെ? അശ്വിന്റെ പേര് കണ്ട പോലെ തോന്നി. അശ്വിൻ ഇല്ലേ തോന്നുന്നു അല്ലേ? ഹാരിസിന് മനസ്സിലായോ? ഇത് പഠിച്ചോ?
ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഷിയർ സ്ട്രെസ് വേഴ്സസ് നോർമൽ സ്ട്രെസ് നമുക്ക് എഴുതി വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ സ്കെയിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഒരേ സ്കെയിലാണ്. അതായത് ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 10 kN/m², ആണ്. അതൊക്കെ ഇവിടെ എഴുതി വെക്കണം, എന്നാലാണ് മാർക്ക് കിട്ടുള്ളൂ. ഇനി ഈ ചോദ്യമാണ് ചോദിക്കാൻ ചാൻസ്. നമ്മളത് ഡയറക്റ്റ് ഷിയറിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, പക്ഷേ ഇതാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ഇപ്പോൾ പുതിയതായിട്ട് വന്നവരുണ്ടെങ്കിൽ അവിടെ പേര് എഴുതി വെച്ചോളൂ കേട്ടോ. ഇവിടെ പേര് എഴുതാത്തവരുണ്ടെങ്കിൽ ഇത് നോക്കി നോക്കും. ഇതിനെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഫോളോയിങ് റിസൾട്ട്സ് വെർ ഒബ്റ്റെയിൻ ഫ്രം എ സീരീസ് ഓഫ് കൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ടെസ്റ്റ് ഓൺ സോയിൽ ഇൻ വിച്ച് പോർ വാട്ടർ പ്രഷർ വാസ് നോട്ട് ഡിറ്റർമിൻ ദ കോഷൻ ഇന്റർസെപ്റ്റ് ആൻഡ് ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ കണ്ടാൽ എന്താണ് ക്വസ്റ്റ്യൻ? കൺഫൈനിങ് പ്രഷർ, ഡീവിയേറ്റർ സ്ട്രെസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ട്രൈആക്സിയൽ ടെസ്റ്റ് ആണെന്ന് മനസ്സിലായി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ട്രൈആക്സിയൽ എന്ന് പറയുന്ന ടെസ്റ്റിലാണ് നമ്മൾ ഈ ടേംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഡയറക്റ്റ് ഷിയർ ആയിരുന്നു. ഡയറക്റ്റ് ഷിയറിൽ നമ്മൾ ആ വാക്കൊന്നും കണ്ടിട്ടില്ല. ഇതാ ഷിയർ സ്ട്രെസ്, നോർമൽ സ്ട്രെസ് എന്നുള്ള ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ജസ്റ്റ് മോർ സർക്കിൾ ഇല്ല, മോർ എൻവലപ്പിന്റെ ലൈൻ മാത്രം വരച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ എന്താണ് പറയണേ? ഇവിടെ എങ്ങനെയായിരിക്കും ചോദ്യം? ട്രൈആക്സിയൽ ടെസ്റ്റ് ആണെങ്കിൽ കൺഫൈനിങ് പ്രഷർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും. കൺഫൈനിങ് പ്രഷർ കേട്ടോ. പിന്നെ ഡീവിയേറ്റർ സ്ട്രെസ്, ഇതെങ്ങനെയാണ് ചെയ്യുക? കൺഫൈനിങ് പ്രഷർ, ഡീവിയേറ്റർ സ്ട്രെസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യുക? ഇതിന് നമ്മൾ ഇത് കണ്ട ഉടനെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന് മോർ സർക്കിൾ വരയ്ക്കണം. എത്ര സർക്കിൾ വരയ്ക്കണം? എത്ര സാമ്പിൾസ് ഉണ്ടോ അത്രയും സർക്കിൾസ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ എത്ര സാമ്പിൾസ് ആണല്ലേ? എത്ര എണ്ണ ഉള്ളത്? 3 എണ്ണം അല്ലേ? അപ്പോൾ നമുക്ക് 3 സർക്കിൾ വരയ്ക്കണമായിരിക്കും. ഇനി ഈ സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾക്ക് വേറൊരു ടേബിൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ടേബിൾ ഇവിടെ എഴുതിയിട്ടില്ല, അത് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ കൺഫൈനിങ് പ്രഷർ? നമുക്ക് വേണ്ടത് σ1 ഉം σ3 ആണ്. ക്ലിയർ? σ1 σ3 എന്ന് പറയുന്ന 2 സാധനങ്ങൾ കിട്ടണം. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അടുത്തതായിട്ടൊരു ടേബിൾ എഴുതി വെക്കുക. ഇതിൻ്റെ പകരം സാമ്പിൾ നമ്പർ, ആൻസർ എന്ന് പറയുമ്പോൾ സാമ്പിൾ നമ്പർ എഴുതി ഈ σ3 എന്നുള്ളത് വേണം, σ1 എന്നുള്ളതും വേണം. ഈ കൺഫൈനിങ് പ്രഷർ എന്താണോ അതിനെയാണ് നമ്മൾ σ3 എന്ന് പറയാം. അപ്പോൾ സെക്കൻഡ് കോളം σ3 ആൻസർ എഴുതുമ്പോൾ എന്തായി? സാമ്പിൾ നമ്പർ 1, 2, 3. സെക്കൻഡ് കോളത്തിൽ എഴുതുക σ3. എത്രയാണ് σ3? 100, 200, 300. ഇനി അടുത്ത കോളം σ1, അതായത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. നോക്കിയാട്ടോ, MOS നിങ്ങൾ മോർ സർക്കിൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അതേ കൺസെപ്റ്റ് ആണ്. σ3 കൺഫൈനിങ് പ്രഷർ കിട്ടി, σ3 തന്നെയാണ് കൺഫൈനിങ് പ്രഷർ. അപ്പോൾ സെക്കൻഡ് കോളം σ3, തേർഡ് കോളം മേജർ പ്രിൻസിപ്പൽസ്, മറ്റേത് മൈനർ ആയിരുന്നു, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് σ3 കിട്ടി. ഇനി മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് σ1 എങ്ങനെ കണ്ടുപിടിക്കുക? σ1ന്റെ ഇക്വേഷൻ കൺഫൈനിങ് പ്ലസ് ഡീവിയേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ σ1 കിട്ടും. അപ്പോൾ എത്രയാണ് പറഞ്ഞേ? കൺഫൈനിങ് പ്ലസ് ഡീവിയേറ്റർ എത്ര വരണേ? ആൻസർ കിട്ടിയവരൊന്ന് മൈക്കോൺ ഇത് പറഞ്ഞേ. ആരെങ്കിലും ഒരാൾ വേഗം പറയേ. നമുക്ക് സെക്കൻഡ് കോളം σ3, 100, 200, 300. തേർഡ് കോളം വേണ്ടത് σ1 പറഞ്ഞാൽ ഒന്നുമില്ല, നേരെയുള്ള ഒരേ റോയിലുള്ള കൺഫൈനിങ്ങും σdയും കൂടി ആഡ് ചെയ്താൽ σ1 ആയി. അപ്പോൾ തേർഡ് കോളം നമ്മുടെ സൊല്യൂഷനിൽ σ1 എനിക്ക് താഴത്തേക്ക് വേണം, 3 എണ്ണം വേണം. ആരാ പറയണേ? ഒന്ന് വേഗം പറയൂ. σ1 ആദിത്യ KS. σ1 700. അടുത്തത് ഫസ്റ്റ് വൺ കറക്റ്റാ? 100, 950, 300, 800, 1200. 1200 അല്ല വരിക, 300, 870. 1, 1, അല്ലേ? ഇപ്പൊ ആരാ പറഞ്ഞ ആൻസർ? ഹലോ, ഇപ്പൊ പറഞ്ഞ ആളാരായിരുന്നു? ഷബാന. ഓക്കെ.
ഷബാന കയറിയിട്ടുണ്ടല്ലോ, ഷബാനയുടെ പേര് അവിടെ എഴുതി വെച്ചോട്ടാ. ഓക്കെ, അപ്പൊ 1170 കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ട വെച്ചാൽ ആ ഫസ്റ്റ് സർക്കിൾ വരയ്ക്കണം. ഫസ്റ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമെട്രിക് എൻസ് എത്രയായിരിക്കും? 100, 700. 100, 700 വരുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. നമുക്ക് എക്സ് വൈ ആക്സിസ് എന്താണ്? അവിടെ വൈ ആക്സിൽ വെറുതെ ഷിയർ സ്ട്രെസ് എന്ന് എഴുതി വെക്കുക. എക്സ് ആക്സിൽ എന്താ എഴുതി വെക്കുക? നോർമൽ സ്ട്രെസ് എന്ന് എഴുതി വെക്കുക. പിന്നെ ഈ വാക്കുകളൊന്നും എഴുതരുത് കേട്ടോ, കൺഫൈനിങ് ഡീവിയേറ്റർ എന്നൊന്നും എഴുതരുത്. അതിന്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നോർമൽ ഇവിടെ വൈ ആക്സിസിൽ ഷിയർ സ്ട്രെസ് എന്ന് എഴുതി വെക്കുക, എക്സ് ആക്സിൽ നോർമൽ സ്ട്രെസ് എന്ന് എഴുതി വെക്കുക. നമുക്കിനി ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന ആക്സിസിന് വലിയ കാര്യമൊന്നുമില്ല, വെറുതെ തന്നെ അവിടെ വരച്ചിട്ടു. ഇനി വരയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരേ സ്കെയിൽ ഫോളോ ചെയ്യണം. നമ്മൾക്ക് അതാണ് സിഗ്മ ഇതിന് എത്രയാണോ എന്താണ് നമ്മളെ എന്താ നമ്മൾ പറഞ്ഞേ, ഇവിടെ ആൻസറിലേക്ക് പോവാം നമുക്ക്, അതായിരിക്കും നല്ലത്. കണ്ട നമ്മളിവിടെ വെറുതെ കണ്ട ഇവിടെ നമ്മൾ ഇവിടെ എത്ര നമുക്ക് വേണ്ടത്? 100, 200, 300 അല്ലേ? മറ്റേത് എത്ര? 700, 950 ഇത്. അപ്പൊ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ എത്രയാണ്? 100 അല്ലേ? അപ്പൊ അത് ഏറ്റവും വലിയ സംഖ്യ 1100 ഇത്. അപ്പൊ അത് വരുന്ന പോലെ നമുക്ക് എക്സ് ആക്സിനെ അത് സെറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ 0, 100, 200, 300 എന്ന് പറഞ്ഞിട്ട് 1200 വരെ ആവാം. അങ്ങനെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തു? 0, 200, 400, 600, 800, 1000, 1200 എന്ന് പറഞ്ഞിട്ട് യു ഹാവ് സെറ്റ് ദി എക്സ് ആക്സിസ്. അപ്പൊ ഇവിടെ എങ്ങനെയാണോ സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ അതേപോലെ സ്കെയിലിൽ ടോ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് വരച്ചിടുക. ഇതിന് പ്രസക്തി ഒന്നുമില്ല, പക്ഷെ ഇത് വെറുതെ ഇവിടെ നമ്മൾ എപ്പോഴും മോർ സർക്കിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഗ്രാഫ് ബിറ്റ്വീൻ ഷിയർ സ്ട്രെസ് ആൻഡ് നോർമൽ സ്ട്രെസ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ടോ എന്ന് പറഞ്ഞിട്ട് ഷിയർ സ്ട്രെസ് എന്ന് എഴുതിക്കോളൂ കേട്ടോ. ഷിയർ സ്ട്രെസ് ടോ kN/m². എന്ന് എഴുതി. ഇത് ഓക്കെ അല്ലേ? ഇവിടെ എങ്ങനെയാണ്? ഇവിടെ കണ്ട 100 തുടങ്ങി 1170 സംഭവം അവസാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ 200, 600, 400 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി നമുക്ക് വേണ്ടത് ആദ്യത്തെ സർക്കിൾ വരയ്ക്കണം. ആദ്യത്തെ സർക്കിൾ എന്ന് പറയുമ്പോൾ 100, 700 അതിൻ്റെ ഇത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് സർക്കിളിന്റെ 100 ഇവിടെ മാർക്ക് ചെയ്യുക. 100 അല്ലേ? 0ന്റെ അടുത്തായിരിക്കും 100. ഇനി 700 എന്ന് പറയുമ്പോൾ എവിടെ വരിക? അത് കണ്ടോ, ഇവിടെ വരില്ലേ? അത് എന്നിട്ട് അതിന്റെ ഡയമീറ്റർ സെറ്റ് ചെയ്തു. ഡയമീറ്റർ ആണെന്ന് മനസ്സിലായി. 100, 700 ഡയമീറ്റർ വരിക. ആ ലൈനിന്റെ നടുക്കിയിൽ റേഡിയസ് സെന്റർ മാർക്ക് ചെയ്തിട്ട് കോമ്പസ് എടുക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് സർക്കിളിനെ പ്ലോട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ വരുമ്പോൾ 200, 950. 200 കുത്തി 950 മാർക്ക് ചെയ്തു. ദെൻ ദാറ്റ് ഈസ് എ ഡയമെട്രിക് തിങ്, സെന്റർ ലൊക്കേറ്റഡ് ആൻഡ് സെക്കൻഡ് സർക്കിൾ പ്ലോട്ട് ചെയ്തു. ഓക്കെ, മൂന്നാമത്തെ 300. അത് കഴിഞ്ഞിട്ട് എന്തായി? ഇത് കണ്ടോ, ഇത് അവസാനത്തെ 1180 എന്ന് പറയുന്നത്. എന്നിട്ട് വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ട മോർ എൻവലപ്പാണ്. സോ ഇത് ഇവിടെ ഒരു ഇതിന് 3 കോമൺ ആയിട്ടൊരു ടാൻജന്റ് വേണം. അത് ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് ടച്ച് ചെയ്ത് പോകാനേ പാടില്ല. അപ്പോൾ വേണ്ട, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, 3നെയും കൂടി കണക്ട് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുക? ഫെയിലിയർ എൻവലപ്പ് ഓർ മോർ എൻവലപ്പ്. ഓക്കെ, അപ്പൊ അത് വരച്ചിടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് വരച്ചിട്ട് എന്ത് വേണം? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ലൈനിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? ദ സോയിൽ. ഇതൊക്കെ ഒരു സോയിലല്ലേ ടെസ്റ്റ് ചെയ്തിരിക്കണേ? സോയിലിൽ ടെസ്റ്റ് ചെയ്തപ്പോഴത്തെ കാര്യങ്ങളാ. അപ്പൊ ആ സോയിലിന്റെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്തായിരിക്കും? ഈ ലൈനിന്റെ സ്ലോപ്പ്. ഈ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താ? ഈ ലൈനിന്റെ ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ട, ഒരു ഹൊറിസോണ്ടൽ വരച്ചിരിക്കുന്നുണ്ടാ. എന്നിട്ട് പ്രൊട്രാക്ട് എടുത്ത് നിങ്ങൾക്ക് ഈ എത്രയാണ് ഡിഗ്രി എന്നുള്ളത് നോട്ട് ചെയ്യാം. അപ്പൊ 24 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇവരെന്താ പറഞ്ഞേ? ഈ ലൈൻ ഇവിടെ വന്ന് നിൽക്കുന്നതും ഒറിജിനും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് കണ്ട, 200 ഇല്ല, 150 ഒക്കെയാണ് കിട്ടുക. അപ്പൊ കറക്റ്റ് ആയിട്ട് ഗ്രാഫിൽ വരച്ചാൽ കറക്റ്റ് ആൻസർ കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് ഇത് കിട്ടും. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആയവരൊക്കെ നോക്കി പറയും. അപ്പൊ ഞാൻ അടുത്തേക്ക് പോവാം. ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിക്കാറുണ്ട്. ഇത് അല്ലെങ്കിൽ അടുത്ത ടൈപ്പ് എന്നുള്ള ഇതിൽ 2 ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. ഇത് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് ഓക്കെ പറയൂ. അപ്പൊ ഞാൻ അടുത്തേക്ക് പോവാം. ചാറ്റിൽ എഴുതിയാൽ മതി. ഓക്കെ, സെൻസിയിലേക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തേക്ക് പോവാം കേട്ടോ. ഇനി ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ഇതേ കിടക്കണം. ഇതിലെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞ പോർ പ്രഷർ യു എന്ന് പറഞ്ഞിട്ടുള്ളതിനെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. ഇനി അവർ പറയുന്നു പോർ പ്രഷർ കൺസിഡർ ചെയ്ത കേസിൽ
ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ടേബിൾ ഉണ്ടായിരുന്നില്ല, ടേബിൾ ഞാൻ പറയുക ചെയ്തേ, അത് ഇതിൽ ടേബിൾ സഹിതമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം സിഗ്മ സെൽ പ്രഷർ ഓർ കൺഫൈനിങ് പ്രഷർ, ഏത് ചിലപ്പോൾ സെൽ പ്രഷർ എന്നായിരിക്കും അവർ പറയുക, അല്ലെങ്കിൽ കൺഫൈനിങ് പ്രഷർ എന്നായിരിക്കും പറയുക. അപ്പോൾ എന്ത് കണ്ടാലും മനസ്സിലാക്കണം അത് സിഗ്മ 3 ആണ്. അപ്പോൾ എന്തായി? സിഗ്മ 3 എഴുതി വെച്ചു. ഇനി നമുക്ക് ഡീവിയേറ്റഡ് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എന്തിനാ അത് തന്നിരിക്കണേ? നമ്മുടെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആയിട്ടുള്ള സിഗ്മ 1 കിട്ടാൻ. അപ്പോൾ സിഗ്മ 1 എന്ത് കിട്ടും? 125 + 510 635. അടുത്ത സെറ്റിൻ്റെ 250 + 620 770 1300. സംഭവം സെറ്റായില്ലേ? ഇനി ഇവിടെ ഒരാളും കൂടി ഉണ്ട്. ഇവിടെ നമ്മൾ പോർ പ്രഷറിനെ അക്കൗണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പോർ പ്രഷർ നമ്മൾ ഇതിൽ പഠിച്ചിട്ടില്ലേ, യു എന്നുള്ള നൊട്ടേഷൻ. പോർ പ്രഷർ യു എന്ന് പറയുന്നത് എഴുതി വെക്കാം. യു എന്ന് പറയുന്നത് എത്രയാണ്? കണ്ട, -70, അടുത്തത് -10 +120. ഇനി ഇവിടെ ഇവർ പറയുന്നുണ്ട് 2 ഗ്രാഫ് വരയ്ക്കാൻ പറയുന്നുണ്ട്. കണ്ടോ, ഇവിടെ 2 എണ്ണം, ഇതിൽ ഒരെണ്ണം വെച്ചിട്ടുള്ളൂ, പക്ഷെ 2 എണ്ണം വരച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. 2 ഗ്രാഫ് വരയ്ക്കാൻ പറയും, അതായത് 2 സെറ്റ് ഗ്രാഫ് വരയ്ക്കാൻ പറയുന്നുണ്ട്. ഒന്ന് ടോട്ടൽ സ്ട്രെസ് പ്രകാരവും ഒന്ന് ഇഫക്റ്റീവ് സ്ട്രെസ് പ്രകാരവും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതിൽ ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. കണ്ടോ, ഇതേപോലെ ഇത് തന്നെയാണ് ആ ക്വസ്റ്റ്യൻ തോന്നുന്നുണ്ട്. ഇത് കേട്ടോ, ഇത് ഈ ക്വസ്റ്റ്യൻ അതല്ല, എന്നാലും കണ്ടോ 2 സെറ്റായിട്ട് അവർ വരച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതിൽ അങ്ങനെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതും തമ്മിൽ നേരത്തെ പറഞ്ഞ പോലെ അതേ രീതിയിൽ വരയ്ക്കുക. ഇത് സിഗ്മ 3യും സിഗ്മ 1ഉം തമ്മിൽ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിയും ഫൈയും കണ്ടുപിടിച്ചാൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ടോട്ടൽ സ്ട്രെസ് അപ്രോച്ച് പ്രകാരമുള്ള ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റർ എന്നാ പറയാം. മനസ്സിലായോ? സിഗ്മ 3 സിഗ്മ 1 നേരത്തെ പറഞ്ഞ പോലെ അത് ഡയമെട്രിക് എൻഡ്സ് ആയിട്ട് വരുന്ന 3 സാമ്പിളിന് 3 മോർ സർക്കിൾ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ ചെയ്തൂടെ? ഇതേപോലെ ഇതാണത്. ഇതിന് താഴെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു, ക്രോപ്പ് ആയപ്പോൾ ഇതാ. അപ്പൊ അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? ദാറ്റ് ഈസ് മോർ സർക്കിൾ ആസ് പെർ ദി ടോട്ടൽ സ്ട്രെസ് അപ്രോച്ച്. ഇനി ഇവർ പറയുന്നു ഇഫക്റ്റീവ് സ്ട്രെസ് അപ്രോച്ചിലും വരയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആൻസർ ടേബിളിന്റെ കൂടെ നമ്മളുടെ ഇഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പഠിച്ചതല്ലേ, ടെറസാഗി തിയറി പഠിച്ചല്ലേ, ഒരു ബാർ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുക? ഇഫക്റ്റീവ് സ്ട്രെസ് പറയാം. അപ്പൊ സിഗ്മ 3 ബാറും സിഗ്മ 1 ബാറും വേണം. ഈ സിഗ്മ 3 ബാർ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ 3 ബാർ ടെറസാഗി എന്താ പറഞ്ഞേ? സിഗ്മ ബാർ ഈസ് ഇക്വൽ ടു സിഗ്മ മൈനസ് യു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ സിഗ്മ 3 ബാർ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സിഗ്മ 3 മൈനസ് പോർ പ്രഷർ ചെയ്യണ്ടേ? മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ 2 സെറ്റ് വാല്യൂ കൂടി കണ്ടുപിടിച്ച് ഇതിനെ കൂട്ടിയിട്ടുള്ള മോർ സർക്കിളാണ് വരയ്ക്കാൻ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ സിഗ്മ 3 ബാർ എങ്ങനെ കിട്ടും? സിഗ്മ 3 ബാർ കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? സിഗ്മ 3 125 മൈനസ് ഇക്വേഷനുള്ള മൈനസ്, ഇവിടെ യു തന്നെ മൈനസ് ആണ്. അപ്പൊ എന്ത് വരും? 125 മൈനസ് -70. ക്ലിയർ ആണോ? അപ്പൊ അതാണ് 195. അടുത്ത എന്താണ്? 250 മൈനസ് -10 260. 500 മൈനസ് 120 അങ്ങനെ 350. ഇനി സിഗ്മ 1 ബാറും വേണം. ഇത് ഡയമെട്രിക് എൻഡ്സ് ആയിട്ട് രീതിയിൽ വരുമ്പോഴാണ് അതിനെ മോർ സർക്കിൾ ആസ് പെർ ഇഫക്റ്റീവ് സ്ട്രെസ് അപ്രോച്ച് എന്ന് പറയുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയാ? എന്ത് കിട്ടിയില്ലേ? സിഗ്മ 250 മൈനസ് ഇത് എത്രയാ? 705 എങ്ങനെ വന്നു? 705 635 മൈനസ് -705 870 മൈനസ് -10 അതാണ് 880. ഇവിടെ വരുമ്പോൾ പ്ലസ് ഉള്ളത് കൊണ്ട് ഓൾറെഡി പ്ലസ് ആണല്ലോ. 1350 മൈനസ് +120 അപ്പോൾ 1230 കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ വരച്ച പോലെ ഒരു സെറ്റ് ഇത് വരയ്ക്കുക. അപ്പം നമുക്ക് ഇത് കിട്ടി. ഇത് ടോട്ടൽ സ്ട്രെസ് പ്രകാരമുള്ളതാണ്. അത് കണ്ടോ, ലൈൻ്റെ പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യുക, ഈ സാധനം കണ്ടുപിടിക്കുക. 200 താഴെ 140 വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഇതേപോലെ ചെയ്യണം. അപ്പം നിങ്ങളിവിടെ സിഗ്മ ബാർ എന്ന് എഴുതി വെക്കണം കേട്ടോ. സിഗ്മ ബാർ എന്ന് പറയുമ്പോൾ അവിടെ എന്താ കണ്ടോ, ഇത് ആണ് സർക്കിളിൻ്റെ പാർട്സ് വരേണ്ടത്. 195 705. അടുത്തത് 260 850. അപ്പം ഇതിൻ്റെ താഴെ ഇതാണ് സ്ട്രെങ്ത് എൻവലപ്പ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ സ്ട്രെസ്. സോ ആൻസർ C = ഇത്ര, 5 = ഇത്ര. ഇതേപോലെ വീണ്ടും ഇവിടെ സ്കെയിലൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞതെല്ലാം ഓർക്കുക. നമുക്ക് വേണ്ടത് എന്താ കണ്ടോ? 125 250 500 635 870 1300. അപ്പം ഏറ്റവും ചെറിയ വാല്യൂ എത്ര? 100 അല്ലേ? അപ്പം ആ 100ഉം ഏറ്റവും വലുത് 1400. അതേപോലെ കണ്ട ഇവർ സെറ്റ് ചെയ്തിരിക്കണം. കണ്ട 100 200 300 അങ്ങനെ പോവാതെ ഇങ്ങനെ ചെയ്താലും മതി. 0 200 400 600 ഇവിടെ പോയാൽ
അതേപോലെ നിങ്ങളുടെ ഇവിടെയും പോകണം, വൈ ആക്സിസിലും പോകണം. എന്നാലേ അത് മോർ സർക്കിളായിട്ട് കണക്കാക്കൂ, വാലിഡിറ്റി ഉള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഈ സെറ്റ് ചെയ്തു. ഇതിന് കൂടെ ഒരു ഇതുണ്ട്. അടുത്ത സെറ്റിൽ ഇതേപോലെ വരച്ചിട്ട് എന്ത് ചെയ്തു, ഇഫക്റ്റീവ് സ്ട്രെസ് അപ്രോച്ച് പ്രകാരം ആസ് പെർ ഇഫക്റ്റീവ് സ്ട്രെസ് ഇതേപോലെ എഴുതിയിട്ട് ഫിഗർ ഷോസ് ദി സ്ട്രെങ്ത് ലെവൽ ഇൻ ടേംസ് ഓഫ് ഇഫക്റ്റീവ് സ്ട്രെസ്. അപ്പോൾ വാല്യൂ വ്യത്യാസം കാണാം കേട്ടോ. 5 എന്നുള്ളത് അപ്പോൾ നിങ്ങൾ 5 ഡാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതണം, സി ബാർ എന്ന് പറഞ്ഞിട്ട് എഴുതണം. അത് ഞാൻ എന്താ പറയുക, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഉണ്ട്, നമ്മൾ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അത് അങ്ങനെ വരും. ക്ലിയർ അല്ലേ? ഇത് മനസ്സിലായവർ ഓക്കെ പറയൂ. എന്നാൽ ഞാൻ അടുത്തേക്ക് വേഗം പോവാം. ഇത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതിലെന്ത് വരും, പോർ പ്രഷർ എന്ന് പറയുന്ന അഡീഷണൽ ടേബിൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യാൻ, ഈ ടോട്ടൽ സ്ട്രെസ് പ്രകാരം മാത്രമുള്ളതും ഇവരിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇഫക്റ്റീവ് സ്ട്രെസ് മാത്രമേ ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ ഇത് വരയ്ക്കണ്ട കേട്ടോ, ഇത് വരയ്ക്കണ്ടല്ലോ. ഫൈൻഡ് സ്ട്രെങ്ത് എൻവലപ്പ് ഇൻ ടേംസ് ഇഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേബിൾ ഇത്രയും ചെയ്യണം, എന്നിട്ട് ഇത് രണ്ടും മാത്രമുള്ള രീതിയിൽ സർക്കിൾ വരച്ചാൽ മതി. ഇവർ ഇത് ടോട്ടൽ സ്ട്രെസ് ഇഫക്റ്റീവ് സ്ട്രെസ് ചോദിച്ചതുകൊണ്ടാണ് ഈ സെറ്റിനെ അക്കൗണ്ട് ചെയ്തിട്ട് മോർ എൻവലപ്പും ഈ സെറ്റിനെ അക്കൗണ്ട് ചെയ്തിട്ടും ചോദിച്ചത്. ഇഫക്റ്റീവ് സ്ട്രെസ് മാത്രമാണെങ്കിൽ ടേബിൾ ഹാഡ് ടു ബി പ്രിപ്പയർഡ് ഫുള്ളി, ബട്ട് ദ സർക്കിൾ ഫോർ ദീസ് സെറ്റ് ഓൺലി. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഓക്കെ പറയൂ. ഞാൻ അടുത്തേക്ക് അപ്പോൾ പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് ആരാ ഇപ്പോൾ ഓക്കെ പറഞ്ഞത്? ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആരും ഓക്കെ പറഞ്ഞു? ആർക്കും മനസ്സിലായില്ലേ പറഞ്ഞൊന്നും? മനസ്സിലായവരുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയൂ. ആദിത്യ ഓക്കെ പറഞ്ഞു, സിൻസിയൻ ഓക്കെ പറഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളവരത് ഒന്നുകൂടി നോക്കുക കേട്ടോ. മനസ്സിലായവരുണ്ടെങ്കിൽ ഒരു ഓക്കെ പറഞ്ഞു. ഇനി ഇത് കണക്ക് ഞാൻ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്, നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ സാധനം ഇത് കഴിഞ്ഞിട്ട് ഒന്നും നോക്കുക. ഇതിലെല്ലാം ഉണ്ട്. മറ്റുള്ള ഒരു പേജ് ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇതിൽ നമ്മൾ പറഞ്ഞ സാധനമുണ്ട്. ഇതിൽ പിന്നെ ഒരു കാര്യമുള്ളത് പോർ പ്രഷർ നെഗറ്റീവ് അല്ല, അപ്പം അതുകൊണ്ട് അവിടെ അത് ജസ്റ്റ് മൈനസ് ചെയ്ത് പോവുകയുള്ളൂ. മനസ്സിലായോ? അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആണ് നല്ലത്, കാരണം അതിൽ നെഗറ്റീവും പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. അപ്പം അതും പിന്നെ അതിൻ്റെ തന്നെയാണ് ഇതും ഉള്ളത് കേട്ടോ. അത് ഞാനൊന്നും പറയില്ല. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതും ചോദിക്കാറുണ്ട്, ഇങ്ങനത്തെ ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അതായത് ഇതെങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇത് നമ്മൾ ക്ലാസ് നോട്ടിൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്താൽ മതി. ഇതിലേ നമ്മൾ ട്രൈആക്സിയൽ ടെസ്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ട്രൈആക്സിലിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ട്രൈആക്സിയൽ ഡ്രൈ കോഷൻലെസ് ഓയിൽ. ഡ്രൈ കോഷൻലെസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, സി എത്രയാണ്? 0. കോഷൻലെസ് എന്ന് പറയുമ്പോൾ സി വാല്യൂ, സി എന്നാണ് ക്വസ്റ്റ്യനെ പറയുക, സി 0 ആണ്. ആംഗ്ലോ ഇന്റേണൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആംഗ്ലോ ഷിയർ റെസിസ്റ്റൻസ് പറയുന്നത് 5 ആണ്. 536 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി എന്താ തന്നിരിക്കണം അവർ? കൺഫൈനിങ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? σ3 അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, σ3 ഈസ് എ കൺഫൈനിങ് സ്ട്രെസ്, സോ 100 ആണെന്ന് പറയുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? σd കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ. ഈ UCCയിലും ട്രൈആക്സിലും ഈ ചോദ്യം വരും, ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ σ1 ആണ് അവർ ഡീവിയേറ്റഡ് സ്ട്രെസ് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഡീവിയേറ്റഡ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്ക് മേജറോ മൈനറോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ഒരു UCCയിലും ട്രൈആക്സിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇക്വേഷൻ ഏതാണ്? σ1 = σ3 tan square alpha plus 2c tan alpha എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? σ1 = σ3 tan square alpha plus 2c tan alpha. അപ്പം σ1 കണ്ടുപിടിക്കാം. σ3 എത്രയാണ്? 100. σ3 ആണ് നമ്മുടെ കൺഫൈനിങ് പ്രഷർ എന്നുള്ളതിനെയാണ് σ3 എന്ന് പറയാം. അപ്പം 100 tan square alpha plus 2c tan alpha. സി എത്രയാണ്? ക്വസ്റ്റ്യൻ എത്രയാണ്? ഷബാന എത്രയാണ് ക്വസ്റ്റ്യൻ? ശ്രീനന്ദ ആരെങ്കിലും വേഗം പറയും. കോഷൻലെസ് സോയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എത്രയാ? ഈ 0 എന്നല്ലേ പറഞ്ഞേ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണ് ഇത്? ഈ ആൻസർ നിങ്ങൾ നോക്കണ്ട കേട്ടോ, നമ്മൾ ക്ലാസ്സിൽ വേറെ ചെയ്ത് ഇതൊന്നും ഈ ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഒറ്റ ഇക്വേഷൻ പഠിക്കുക. σ1 = σ3 tan square alpha plus 2c tan alpha. സി 0 അല്ലേ? ക്വസ്റ്റൻലെസ് സോയിൽ എന്ന് പറയുമ്പോൾ ആ ടേമേ പോയി, 2c tan alpha പോയി. അപ്പൊ σ1 = σ3 tan square alpha എന്ന് പറയും. ആൽഫ എന്ന് പറയുന്നതിന് എന്താണ്? 45 + 5/2 എന്നാണ് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ?
കണ്ട ഇത് കണ്ട σ1 = σ3 tan സ്ക്വയർ 45 + 5/2. അപ്പോൾ ഇവിടെ σ1 കണ്ടുപിടിക്കണം. σ1 അത്രയും നമുക്ക് വാല്യൂ ഇല്ലേ, 100 200 എത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺഫൈനിങ് സ്ട്രെസ്. ടാൻ സ്ക്വയർ 45 പ്ലസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷനും അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതേ ബൈ 2 ചെയ്തിട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, σ1 കിട്ടില്ലേ? മനസ്സിലായോ? ആ ഒരു ചോദ്യം അങ്ങനെയാണ് ചെയ്യേണ്ടത്. കണ്ടോ? അപ്പോൾ അത് കണ്ടോ, 36 ഡിഗ്രി എന്ന് പറയുമ്പോൾ 5/2 എന്ന് പറയുമ്പോൾ 18 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് σ1 കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ σ1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, σ1 എന്ന് പറയുമ്പോൾ എന്താ ചെയ്തേ, സിയും σ_dയും കൂടി ആഡ് ചെയ്തപ്പോഴല്ലേ നമുക്ക് കിട്ടിയ, നേരത്തെ ജസ്റ്റ് മുന്നേ നമ്മളത് ചെയ്തതല്ലേ. ഇവിടെ മുന്നേ അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു. കേട്ടോ, ഇത് സെൽഫ് പ്രഷറും ഡീവിയേറ്റർ സ്ട്രെസ്സും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് σ1 മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് കിട്ടുക. അപ്പോൾ നമുക്ക് σ1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം σ1 ഒരു 500 കിട്ടിയെന്ന് വിചാരിച്ചോ. σ1 500 500 കിട്ടിയെന്ന് വിചാരിച്ചോളോ. അല്ല 500 അല്ല, ഇതിൽ ശരിക്കും 385 ആണ് വരിക. അപ്പോൾ അതന്നെ നിങ്ങൾക്ക് കിട്ടണം. ഇത് കഴിഞ്ഞ് അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ σ1 384 കിട്ടിയാൽ നമുക്കറിയാം σ1 = σ3 + σd ആണ്. σ3 എത്രയാണ്, കൺഫൈനിങ്. അപ്പോൾ എന്താണ്, 100 + σd ആണ് 384. അപ്പോൾ നമുക്ക് σd കിട്ടില്ലേ? അതാണ് ഡീവിയേറ്റർ സ്ട്രെസ് പറയുന്നത്. ഇതുപോലെ പഠിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ വേറൊരു ഇത് വരുന്നത്, UCCയിലാണ് ഈ ചോദ്യം ചോദിച്ചതെങ്കിൽ UCCയിൽ എന്തായിരിക്കും, UCCയിലാണ് ചോദ്യം എന്ന് വിചാരിച്ചു. അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന അതിലാണെങ്കിൽ അതിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എത്രയാ? പുട്ട് പോലെ നിൽക്കാൻ പറ്റുന്ന സോയിലിന് കോഷനേ ഉള്ളൂ, ഫ്രിക്ഷൻ ഇല്ല അല്ലേ. ട്രൈആക്സിയൽ ആണെങ്കിൽ എന്താണ്, അതിൽ കോഷനും ഉണ്ടാവും. കോഷനും C5 സോയിലിനും അത് ചെയ്യാം, അതുപോലെ 5 സോയിലിനും ചെയ്യാം. എല്ലാത്തരം സോയിലിനും ഇതിൽ ചെയ്യാൻ പറ്റും, ട്രൈആക്സിയൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ UCC ആണെങ്കിൽ എന്താണ്, അവർ ക്വസ്റ്റ്യനിൽ തന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ 0 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്തായിരിക്കും, σ1 = σ3 tan സ്ക്വയർ ആൽഫ + 2c tan ആൽഫ. ഓക്കെ, അപ്പോൾ എന്താണ്, UCC ആണെങ്കിൽ σ1 = σ3 tan സ്ക്വയർ ആൽഫ + 2c tan ആൽഫ. പക്ഷേ UCCയിൽ സൈഡിൽ ആരെങ്കിലും പ്രഷർ കൊടുക്കുന്നുണ്ടോ? അല്ലെ, പുട്ടുകുറ്റി ഫ്രീ ആയിട്ടല്ലേ നിൽക്കണേ, പുട്ടിന്റെ സാധനം. സൈഡിൽ നിന്ന് ആരും പ്രഷർ കൊടുക്കുന്നില്ല UCCയിൽ. അപ്പോൾ σ3 0 ആയിരിക്കും. അപ്പം എന്ത് വരും, σ1 = 2c tan ആൽഫ എന്ന് മാത്രം വരും. കോഷൻ അവർ തന്നിട്ടുണ്ടാവും, ആൽഫ 45 പ്ലസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 45 + 5/2 ചെയ്ത് അത് തന്നിട്ടുണ്ടാവില്ല. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ 50 ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു 10 ഡിഗ്രി അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ, വെയിൻ ഷിയറിൻ്റെ ക്വസ്റ്റ്യൻ, ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചാൽ മതി. എന്താണ് ഇവിടെ നോക്കി നോക്കൂ, വെയിൻ ഷിയറിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഷിയർ സ്ട്രെങ്ത് = ടോർക്ക് ബൈ ഈ ഒരു ഇക്വേഷൻ പഠിക്കണം കേട്ടോ. മേ ബി ചിലപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അവർ ഇതും ചോദിക്കാമല്ലോ, നമുക്ക് മോഡ് സർക്കിൾ വരയ്ക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വെയിൻ ഷിയറിൻ്റെ ഈ ക്വസ്റ്റ്യൻ ആയിരിക്കാം ചോദിക്കുക. സോ യു ഹാവ് ടു സ്റ്റഡി എവറി ഇക്വേഷൻ. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് ടോർക്ക് ബൈ πd²h/2 + dq/6 എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ എന്താ ഇവിടെ വരിക കണ്ടോ, ടോർക്ക് എത്ര വരെ പറഞ്ഞിരിക്കണേ, 600 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ 600 ബൈ പൈ ഇൻറ്റു കണ്ടോ 7.5 സ്ക്വയർ, ഡയമീറ്റർ ആണ് 7.5, ഹൈറ്റ് എത്രയാണ്, ലെങ്ത് ആണ് ഹൈറ്റ് 11.0/2 + 7.5 ക്യൂബ് എന്ന് പറഞ്ഞു /6. ഇനി ഇവിടെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തപ്പോൾ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേ, ഇത് ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഇതിനെ × 10⁻²² ചെയ്താലും മതി കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ നോട്ടിൽ ഇത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ മുകളിൽ സെൻറ്റിമീറ്റർ ആക്കിയാൽ മതി, ഒരേ യൂണിറ്റ് ആക്കിയാൽ മതി കേട്ടോ. ഇവിടെ താഴെ എല്ലാം സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇവിടെ ന്യൂട്ടൺ മീറ്റർ എന്നുള്ളതിനെ ന്യൂട്ടൺ സെൻറ്റിമീറ്റർ ആക്കുക. അപ്പോൾ 600 ന്യൂട്ടൺ × 10⁻100 സെൻറ്റിമീറ്റർ അല്ലേ ഒരു മീറ്റർ വരാം, × 10² എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഒരു ആൻസർ കറക്റ്റ് വരുമായിരിക്കും. നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കണേ, വേറെ രണ്ടാമത്തെ കേസിൽ ടോർക്ക് 200 ആക്കി മാറ്റിയപ്പോൾ ആദ്യം 600 ആയിരുന്നു, പിന്നെ 200 ആക്കിയപ്പോൾ എത്രയായെന്നാണ്. അപ്പോൾ സെയിം തിങ് തന്നെയാണ്, 200 എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന പോലെ ചെയ്യുക.
അപ്പോൾ ആൻസർ കിട്ടി. ഇനി ഇതിൻ്റെ റേഷ്യോ, അതായത് അൺഡിസ്റ്റർബ്ഡ് ബൈ റീമോൾഡഡ്, അതിനെയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയാം. ഡിറ്റർമിൻ ദ സെൻസിറ്റിവിറ്റി. അപ്പോൾ ഇതെന്തായിരുന്നു? ഇത് അൺഡിസ്റ്റർബ്ഡിൻ്റെ ആയിരുന്നു. ഇത് ടോർക്ക് അൺഡിസ്റ്റർബ്ഡ് വാല്യൂ 503 ആയിരുന്നു. ഡിസ്റ്റർബ്ഡ് വാല്യൂ അല്ലെങ്കിൽ റീമോൾഡഡ് വാല്യൂ 3 ആയിരുന്നു. ഇവർ പറയുന്നുണ്ട് ഇവിടെ റീമോൾഡിങ് വാസ് ഡൺ എന്ന് പറയുന്നുണ്ട്. സോ ഇത് റീമോൾഡഡ് സോയിലാണ്. ഫസ്റ്റ് വൺ അൺഡിസ്റ്റർബ്ഡ് സോയിലാണ്. അപ്പോൾ അത് നോക്കാം കേട്ടോ. റീമോൾഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീമോൾഡഡ് സ്റ്റേറ്റ് ആണെന്ന് എഴുതുക. റീമോൾഡഡ് എന്ന് പറയാത്ത സ്ഥിതിക്ക് ഫസ്റ്റ് തിങ് ഈസ് അൺഡിസ്റ്റർബ്ഡ് സോയിൽ. അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ? UCC വാല്യൂ ഓഫ് ഷിയർ സ്ട്രെങ്ത് ഓഫ് അൺഡിസ്റ്റർബ്ഡ് വാല്യൂ ബൈ റീമോൾഡഡ് വാല്യൂവിനെയാണ് നമ്മൾ ഷിയർ സെൻസിറ്റിവിറ്റി എന്ന് പറയും. അപ്പോൾ അത് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇത് ക്ലാസ്സിലൊന്നും ഉണ്ട്, അതൊന്ന് നോട്ടിൽ നോക്കിയിട്ട് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചതാണ്. യൂണിറ്റിൻ്റെ സംഭവം ഒന്ന് നോക്കിയിട്ട് ചെയ്തോളാം. പിന്നെ ഇത്ര തന്നെയാണോ ഈ ഷിയർ സ്ട്രെങ്ത്തിൽ? സത്യം പറഞ്ഞാൽ ഇത്രേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ ടെസ്റ്റുകളൊക്കെ ഒന്ന് ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടല്ലേ സ്ലൈഡിലുള്ളത്. അപ്പോൾ ഇതൊന്ന് കുറച്ചും കൂടി ബ്രീഫായിട്ടുള്ള ഒരു നോട്ടാണ്. ഇത് വേണമെങ്കിൽ പ്രൊസീജിയർ പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഷിയർ സ്ട്രെങ്ത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇവിടെ പറയാനുള്ളത് കൺസോൾട്ടേഷനിൽ പഠിക്കുമ്പോൾ, അതും 4th മൊഡ്യൂളാണ്. കൺസോൾട്ടേഷൻ എന്താണ് എന്നൊക്കെ ഉള്ളതൊക്കെ പഠിക്കുക കേട്ടോ. കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടർ ഒരു സ്റ്റഡി സ്റ്റാറ്റിക് ലോഡ് കൊടുക്കുമ്പോൾ വാട്ടർ എക്സ്പെൽ ആയിട്ട് അവിടെ വോളിയത്തിന് ഡിക്രിമെൻറ്റ് കംപ്രസിബിലിറ്റി സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് കൺസോൾട്ടേഷൻ എന്ന് പറയുക. അപ്പോൾ അതൊക്കെ പഠിക്കാൻ തിയറി പഠിക്കുക. കൺസോൾട്ടേഷൻ്റെ തന്നെ 3 സ്റ്റേജസ് ആയിട്ട് ഞാൻ ഗ്രാഫും കൂടി നോട്ടിൽ വരച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സ്റ്റേജസ് ഓഫ് കൺസോൾട്ടേഷൻ: ഇനീഷ്യൽ, പ്രൈമറി, സെക്കൻഡറി, ദാറ്റ് ആസ് സ്റ്റേജസ് ഓഫ് കൺസോൾട്ടേഷൻ. പിന്നെ അതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് കംപ്രസിബിലിറ്റി, ഇതൊക്കെയാണ് ഇതിൻ്റെ കൺസോൾട്ടേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതൊക്കെ കേട്ടോ. കോഎഫിഷ്യന്റ് ഓഫ് വോളിയം ചേഞ്ച്, കംപ്രഷൻ ഇൻഡെക്സ്, ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ നമ്മുടെ വേറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരും. അപ്പോൾ കംപ്രഷൻ ഇൻഡെക്സിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ വരുന്നത് ഇതാണ് ഇത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് നോർമലി കൺസോളേറ്റ്, ഓവർ കൺസോളേറ്റ്, അണ്ടർ കൺസോളേറ്റ്? ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ സോയിലൊരു പ്രഷർ ഉണ്ട്, അതിനേക്കാളും കൂടുതൽ പ്രഷർ അതിൻ്റെ ലൈഫ് പീരീഡിൽ അതിന് വന്നിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? നോർമലി കൺസോളേറ്റഡ് എന്ന്. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ഓവർ കൺസോളേറ്റഡ് എന്ന് പറയുക അല്ലേ? സ്ട്രക്ചർ കാരണമായിരിക്കാം, മേ ബി ഡ്യൂ ടു ദ ഓവർലൈനിങ് ലെയേഴ്സ് സോയിൽ കാരണമായിരിക്കാം. എന്ത് കാരണം കൊണ്ടോ അതിൽ ഇപ്പോൾ ഉള്ള പ്രഷറിനേക്കാളും, ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു 1 മീറ്റർ ഡെപ്തിൽ ഒരു സോയിലിന് 100 kPa is the പ്രഷർ ആക്ടിങ് അപ്പോൺ ഇറ്റ്. അതിനേക്കാളും കൂടുതൽ ആ സോയിലിന് മുന്നേ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അതിനെ നമുക്ക് സ്റ്റഡി ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അത്തരം സോയിലിനെയാണ് ഓവർ കൺസോളേറ്റഡ് എന്ന് പറയുന്നത്. അണ്ടർ കൺസോളേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇക്വിലിബ്രിയം തന്നെ ഫെച്ച് ചെയ്യാത്ത ചില സോയിൽസിനെ നമ്മൾ പറയും. അതായത് ന്യൂലി ആഡഡ് സോയിൽസ് ഒക്കെ ഇപ്പം നമ്മൾ പറമ്പിൽ ഇപ്പോൾ കൊണ്ടുവിടുന്ന മണ്ണുകളില്ലേ, അപ്പോൾ അങ്ങനെയുള്ള മണ്ണിനൊന്നും ഇക്വിലിബ്രിയം തന്നെ അറ്റൈൻ ചെയ്തിട്ടുണ്ടാവില്ല, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ അണ്ടർ കൺസോളേറ്റ് സോയിൽ എന്ന് പറയും കേട്ടോ. ഇനി ഇതൊക്കെ ഇക്വേഷൻസ്, ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഇന്നലെയൊക്കെ ചെയ്തില്ലേ ക്ലാസ്സിൽ, അതുകൊണ്ട് ഞാനിത് അധികം പറയുന്നില്ല. ഷിയർ സ്ട്രെങ്ത് ആണ് ഞാൻ കൂടുതൽ പറയാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അത് നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞു. ഈ തരം പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ ഇന്നലെയൊക്കെ ചെയ്തു. CC/1 + C0 അതിൻ്റെ സംഭവങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടു. ഇതൊക്കെ ഇത്തിരി പറ്റാവുന്നവർ പഠിച്ചോളൂ. പക്ഷേ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇത് കാണുന്നുണ്ട്. പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഗ്രാഫിക്കൽ മെത്തേഡ്സ്, അത് ആക്ച്വലി കൺസ്ട്രക്ഷൻ സ്റ്റെപ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കുക. ദെൻ ടെറസാഗീസ് തിയറി ഓഫ് പ്രൈമറി കൺസോൾട്ടേഷൻ, അത് അസംഷൻസ് ചോദിക്കാറുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് പരീക്ഷയ്ക്കൊക്കെ പഠിച്ചോളൂ. ദെൻ കൺസോൾട്ടേഷൻ ടെസ്റ്റ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ എന്താണ് അതിൽ വരുന്നത്? ഈ സംഭവം ഇത് നമ്മൾ ഡ്രെയിനേജ് പാത്തിൻ്റെ അല്ലേ, ഈ ഒരു ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അത് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഈ കൺസോൾട്ടേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ അല്ലേ കിട്ടണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മെത്തേഡാണ്. ഒരെണ്ണം ഇത് ഇങ്ങനെ ഗ്രാഫ് വരച്ചിട്ട് കിട്ടും, അതിനെയാണ് ടൈലേഴ്സ് മെത്തേഡ് എന്ന് പറയുക. അത് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ലോഗരിതമിക് ടൈം മെത്തേഡാണ്. 2 എണ്ണത്തിൽ നമുക്ക് CV എന്ന് പറയുന്ന സംഭവമാണ് കിട്ടുക, കോഎഫിഷ്യന്റ് ഓഫ് കൺസോൾട്ടേഷൻ. ഇത് പറയണോ? ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതല്ലേ, നമ്മൾ ഇന്നലെയും കൂടി ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം നോക്കുക. ഇതിൽ ലിക്വിഡ് ലിമിറ്റ് നമ്മൾ ക്ലാസ്സിൽ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേ പ്രോബ്ലം ആണ് ഇത് കേട്ടോ. മനസ്സിലായോ? ഇനി ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസാണ്.
കോഷ്യൻ്റെ വോളിയം ചേഞ്ച് MV ആണ്. അപ്പോൾ അത് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആ ടൈപ്പ് പ്രോബ്ലം വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ CV കണ്ടുപിടിക്കാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്. CV ഈക്വൽ ടു K ഈക്വൽ ടു CV MV ഗാമ W. K എന്ന് പറയുന്നത് കോഷ്യൻ്റെ പെർമിയബിലിറ്റി. അതിൻ്റെ ബേസിൽ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി അതും എക്സ്പെക്ട് ചെയ്യാം നമുക്ക് പരീക്ഷകൾക്കൊക്കെ വരാം. ഇനി ഏറ്റവും പ്രധാനം ഈ സംഭവമാണ്, ഈ CV ഈക്വൽ ടു TVD²/T എന്ന് പറയുന്ന ഇക്വേഷൻ. അതാണ് യൂണിവേഴ്സിറ്റിക്കൊക്കെ ഫോക്കസ് ചെയ്ത് അവർ ചോദിക്കാറ് കൂടുതലും. ഇതും അതുപോലെ ഇതും ഏതാ ഈ സാധനം, ഈ H/CC/E0 ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ കൺസോൾട്ടേഷനിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. മനസ്സിലായോ? ഇതിൽ വളരെ എളുപ്പമല്ലേ, ഇതൊന്നുമില്ല. ഇതിന് നമുക്ക് എന്താണ് 6 മീറ്റർ, ഇത് മാത്രം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. 6 മീറ്റർ തിക്ക് ക്ലേ ലെയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് 6 മീറ്റർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, അത് ഫീൽഡിലാണ്, അല്ലാതെ 6 മീറ്റർ ലാബിലൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ 6 മീറ്റർ തിക്ക് ക്ലേ ലെയർ ആണ്. അതിന് ടോപ്പിലും ബോട്ടത്തിലും ഡ്രെയിനേജ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡബിൾ ഡ്രെയിനേജ് പാത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി CV എന്ന് പറയുന്നത് എത്ര, കോഷ്യൻ ഓഫ് കൺസോൾട്ടേഷൻ 5 × 10⁻⁴. CV ആണ് കേട്ടോ, കണ്ടാൽ മനസ്സിലാക്കണം. കോഷ്യൻ്റെ കൺസോൾട്ടേഷൻ CV. ഇനി ടൈം റിക്വയർഡ് ഫോർ 50% കൺസോൾട്ടേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ T50 ആണ് ചോദ്യം, ടൈം സ്മോൾ T50 ആണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ CV ഈക്വൽ TV × D²/T ആണെന്ന് അറിയണം. അപ്പോൾ CV തന്നിട്ടുണ്ട് 5 × 10⁻⁴ cm²/s. TV എത്രയാ? TV എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, TV ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ എത്രയാണ്? 50. U ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ U അല്ലേ, നമ്മുടെ പോർ പ്രഷർ U അല്ല കേട്ടോ, ഇത് മറ്റേ U. ഡിഗ്രി ഓഫ് കൺസോൾട്ടേഷൻ U 50% ആണെങ്കിൽ TV π/4 U² എന്ന് പറഞ്ഞിട്ട് 0.196 അല്ലെങ്കിൽ 0.197 ആണ് വാല്യൂ വരിക. ഇതൊക്കെ നമ്മുടെ നോട്ടിലുണ്ടായിരിക്കും, അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം അത് കിട്ടി. അതേ ഇൻറ്റു ഇനി വേണ്ടത് D². D² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഡ്രെയിനേജ് പാത്തിൻ്റെ ഹൈറ്റിനെയാണ് D എന്ന് പറയും. ഈ ഡ്രെയിനേജ് പാത്ത് എന്ന് പറയുമ്പോൾ 6 മീറ്റർ ക്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് 6 മീറ്റർ, H ആണ് 6 മീറ്റർ. ഡബിൾ ഡ്രെയിനേജ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, 6/2 ആയിട്ടുള്ള 3 മീറ്റർ ആണ് എന്ത് വരിക, D വരിക, സ്മോൾ D വരിക. സിംഗിൾ ഡ്രെയിനേജ് ആണെന്ന് പറയുകയാണെങ്കിൽ എത്ര വരിക, D. H എത്രയാ തന്നെയാണോ അത് തന്നെയാണ് D വരിക. ഇവിടെ ഡബിൾ ഡ്രെയിനേജ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എത്രയാ, സ്മോൾ D എത്ര കിട്ടും, H/2 ആയിട്ടുള്ള 3 മീറ്റർ ആണ്. എത്രയാ, 600. ഇനി ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ cm²/s എന്നല്ലേ തന്നെ. അപ്പം നമ്മുടെ 6 മീറ്ററിനെ നമ്മൾ എന്താക്കണം, 600 സെൻറ്റിമീറ്റർ ആക്കണം. അപ്പോൾ നോക്കൂ, 0.196 × 600/2, ഡബിൾ ഡ്രെയിനേജ് ആയതുകൊണ്ട് 600/2 2 ഡിവൈഡഡ് ബൈ എന്താണ് നമ്മുടെ ആ സാധനം CV ഈക്വൽ ടു TV ഇൻറ്റു എന്നല്ലേ, എന്താ ഉണ്ടോ 5 × 10⁻⁴. ഈ ഇക്വേഷനിൽ T ആണ് വേണ്ടത്. അപ്പോൾ ഇതിനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പം അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയേ, ഈ ഇതിൽ കിട്ടി, സെക്കൻഡിൽ കിട്ടി. സെക്കൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേയ്സ് ആക്കാൻ അല്ലെങ്കിൽ ഇയർ ആക്കാനൊക്കെ പറയുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അത് അറിയില്ലെങ്കിൽ സെക്കൻഡായിട്ട് തന്നെ എഴുതി വെച്ചാലും കുഴപ്പമില്ല. ഇതുണ്ട് ഡേയ്സിലൊക്കെ എക്സ്പ്രസ് ചെയ്താലാണ് നല്ലത്. അപ്പോൾ 365 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒരു വർഷവും പിന്നെ കുറച്ച് ദിവസങ്ങളും ഒക്കെ വരില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയാക്കി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. ക്ലിയർ അല്ലേ? സെക്കൻഡിനെ ഡേ ആക്കാനായിട്ട് എന്ത് ചെയ്തു, ഒരു 24 ഒരു ഡേ എന്ന് പറയുമ്പോൾ 24 മണിക്കൂറിൽ 24 × 60 × 60 ആണ് ഒരു ദിവസത്തിലുള്ള സെക്കൻഡ്സ്. അപ്പോൾ ആ രീതിയിലാണ് അവർ ഡേയ്സിലാക്കിയത്. ഡേനെ ഇനി ഇയർ ആക്കണമെങ്കിൽ 365 ചെയ്താൽ ഇയർ ആക്കാം. ഇനി ഇതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇതിൽ മീൻസ് ഇത് അസംഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാബിൽ ഫീൽഡിൽ എന്ന് പറയുന്ന 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ ലാബിലെ വെച്ചിട്ട് നമ്മൾ CV കണ്ടുപിടിക്കണം. ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ ലാബ് ഫീൽഡ് എന്ന് പറയുന്ന 2 സെൻറ്റൻസുകൾ വരുന്നുണ്ടെങ്കിൽ ലാബ് കണ്ടീഷൻ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുക, CV കണ്ടുപിടിക്കുക. അങ്ങനെയായിരിക്കും മിക്കവാറും പ്രോബ്ലംസ് ചെയ്യുക, വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ. എന്നിട്ട് അപ്പോൾ CV കിട്ടിക്കഴിഞ്ഞാൽ ഫീൽഡിലെ കേസിലേക്ക് വന്നിട്ട് എന്താണോ അവർ ചോദിച്ചത്, എപ്പോഴും സ്മോൾ T തന്നെ ചോദിക്കുള്ളൂ, സ്മോൾ T കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസോൾട്ടേഷനിലെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാൻ എപ്പോഴും ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ. പിന്നത്തെ ക്വസ്റ്റ്യൻ കോമ്പാക്ഷനും കൺസോൾട്ടേഷനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ കോമ്പാക്ഷൻ നമ്മുടെ 3rd മോഡ്യൂളിൽ വരുന്നു. കോമ്പാക്ഷനെ പറ്റി പറയുമ്പോൾ അതിനെന്താണ് കോമ്പാക്ഷൻ എന്നുള്ളത് പഠിക്കണം അല്ലേ. കോമ്പാക്ഷനും കൺസോൾട്ടേഷനും തമ്മിലുള്ള ഡിഫറൻസ്
സ്കെച്ചും കൂടി വരയ്ക്കണം, എന്നാലും അത് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ ലാബിൽ കോമ്പാക്ഷൻ ചെയ്യുന്നത് ലൈറ്റ് കോമ്പാക്ഷൻ, ഹെവി കോമ്പാക്ഷൻ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു മോൾഡിലൊക്കെ ഇട്ടിട്ട് നമ്മൾ സോയിലിൽ ഇടിച്ച് അതിൻ്റെ രീതിയിലൊരു പ്രൊസീജിയർ ഉണ്ട് അല്ലേ, അതാണ് ലാബ് കോമ്പാക്ഷൻ. പക്ഷേ ഫീൽഡ് കോമ്പാക്ഷൻ ഇതാണ് ലാബ്. രണ്ട് തരത്തിൽ, ഹെവി ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിൽ ചെയ്യാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഫീൽഡിൽ എങ്ങനെ ചെയ്യുക? അത് ഇതിൽ വെച്ചിട്ടില്ലേ? അത് വെച്ചിട്ടില്ല, അത് വേറെ സ്ലൈഡിൽ എടുത്ത് തോന്നുന്നു. ഫീൽഡ് കോമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ റാമർ, അത് അല്ലേ, ടാമ്പർ, വൈബ്രേറ്റേഴ്സ് എന്നിട്ട് പല ന്യൂമാറ്റിക് ടൈപ്പ് റാമേഴ്സ് തന്നെ പലതരം. അപ്പം അത് ഫീൽഡ് കോമ്പാക്ഷൻ ആണ് കേട്ടോ. ലാബിൽ ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാ? ഇതാണ് ഹെവി കോമ്പാക്ഷനും ലൈറ്റ് കോമ്പാക്ഷനും ആണ് ചെയ്യുന്നത് ലാബ്. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനൊരു കർവ് കിട്ടും. അതിനെയാണ് കോമ്പാക്ഷൻ കർവ് എന്ന് പറയുക. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ഡ്രൈ ഡെൻസിറ്റി അച്ചീവബിൾ ആൻഡ് കറസ്പോണ്ടിങ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ആണ് കിട്ടുക. ഇതിനെയാണ് നമ്മൾ ഇത് കോമ്പാക്ഷൻ ചെയ്താൽ കിട്ടുന്ന റിസൾട്ടാണിത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിലൊരു ക്വസ്റ്റ്യൻ വരിക. ക്ലിയർ അല്ല? അതും കൂടി പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് നിർത്താം. ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ മറ്റേത് പറയണ്ടല്ലോ, നമ്മൾ അബ്ബേഴ്സൺ ടെസ്റ്റ് ഇപ്പോൾ ചെയ്തിട്ടുള്ളതാണ്. ഇഫക്റ്റീവ് സ്ട്രെസ് പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമുക്ക് നിർത്താം കേട്ടോ. ഇനി ഇവിടെ ചോദിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, കോമ്പാക്ഷൻ കൺട്രോൾ ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ പഠിക്കണം. ഇത് ഞാൻ ഏതൊരു ഇതിൽ പറയുന്നു, പ്രോക്ടർ നീഡിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് പ്രകാരമാണ് ഇത് ചെയ്യുക കേട്ടോ. കോമ്പാക്ഷൻ കൺട്രോൾ ടെസ്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ കോമ്പാക്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എഴുതി വെക്കേണ്ടത് ഇതാണ്. ഈ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും എഴുതി വെക്കണം. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? ഇതാണ് നമ്മുടെ കോമ്പാക്ഷനിൽ ചോദിക്കാവുന്ന എസ്സേ ക്വസ്റ്റ്യൻ. കോമ്പാക്ഷൻ്റെ ഈ ഒറ്റ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുള്ളൂ. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യാം? അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ ഇങ്ങനെയായിരിക്കും കോമ്പാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യുക അല്ലേ. കോമ്പാക്ഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതാണ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് അവർ തരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യേണ്ടത് വാട്ടർ കണ്ടന്റും മാസും തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? വാട്ടർ കണ്ടന്റ് അതുപോലെ എഴുതുക, മാസ് ഓഫ് വെറ്റ് സോയിൽ അതുപോലെ അങ്ങോട്ട് എഴുതി വയ്ക്കുക. കണ്ടോ, ഈ റോ അതുപോലെ തന്നെ എഴുതി വെച്ചു. അടുത്തത് ബൾക്ക് ഡെൻസിറ്റി എന്നുള്ളതാണ്. ബൾക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെയിറ്റ് അറിയാം അല്ലേ, 1.68. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ വെയിറ്റ് ബൈ വോളിയം അല്ലേ. പിന്നെ അവർ പറയുന്നു മോൾഡിൻ്റെ വോളിയം 950 എന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 1.68 ബൈ ഇവിടെ അതിനെ എന്താക്കണം? ലിറ്ററിലേക്ക് ആക്കണം. അതായത് 950 ml എന്ന് പറയുമ്പോൾ എന്താ? 950 ml എന്ന് പറയുമ്പോൾ അതിനെ സെൻറ്റിമീറ്റർ ക്യൂബ് ആക്കണം. മനസ്സിലായോ? 950 മില്ലി ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി, 1.68 കിലോഗ്രാം അല്ലേ. 1.68 × 10⁻³ ഡിവൈഡഡ് ബൈ 950 അങ്ങനെ ചെയ്താലും മതി. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, മില്ലി എന്ന് പറയുമ്പോൾ അത് സെൻറ്റിമീറ്റർ ക്യൂബ് തന്നെയാണ്. അപ്പോൾ ഒന്ന് സിംസീന ഒന്ന് പറഞ്ഞേ. 1.68 ഇൻറ്റു മാസ് 1.68 ആണ്. അപ്പോൾ ഫസ്റ്റ് ട്രയൽ നമുക്ക് ഓരോ ട്രയലിനും ഓരോ ഇതിങ്ങനെ കണ്ടോ, ഇതാണ് അതിൻ്റെ ആൻസർ പട്ടിക. അപ്പോൾ നമുക്ക് വേണ്ടത് മാസ് അറിയാം. ഒരു മാസ് ഓഫ് ദി വെറ്റ് സോയിൽ തന്നിട്ടുണ്ട് 1.68 കിലോഗ്രാം ആണ്. അപ്പോൾ അതിനെ ഗ്രാം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1.68 × 10⁻³ എന്ന് ചെയ്യണം. ഡിവൈഡഡ് ബൈ വോളിയം ചെയ്ത്, മാസ് ബൈ വോളിയം ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ബൾക്ക് ഡെൻസിറ്റി. അതാണ് അടുത്ത വാല്യൂ, ബൾക്ക് ഡെൻസിറ്റി. അപ്പോൾ ഒന്ന് പറയൂ, 1.68 × 10⁻³ ഡിവൈഡഡ് ബൈ 950 എത്രയാ പറഞ്ഞേ? കിട്ടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. 1.68 × 10⁻³ ഡിവൈഡഡ് ബൈ, അത് മാസാണ് അല്ലേ. 1.68 × 10⁻³ ഗ്രാംസ് ഡിവൈഡഡ് ബൈ 950. 1.76 അതെ കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ ഇപ്പോൾ ഒരു 1 പോയിന്റ് വരിക. ഇത് കണ്ടോ, 1.77 കിട്ടി. അതേപോലെ ഓരോന്നിനും ഈ പറയുന്ന സാധനം വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഈ റോ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ശേഷം നമുക്ക് വേണ്ടത് ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് വേണ്ടത്. നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ ബൾക്ക് ഡെൻസിറ്റി പോരാ, ഡ്രൈ ഡെൻസിറ്റി വേണം. അപ്പോൾ അടുത്ത റോ ആയിട്ട് ഡ്രൈ ഡെൻസിറ്റി എഴുതി വയ്ക്കുക. ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ 1.77 കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 1.77 ഡിവൈഡഡ് ബൈ 1 + 1 കണ്ടോ, റോ ഡി ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട്
ഗാമ ഡി ഈക്വൽ ടു ഗാമ ബൈ 1 പ്ലസ് വാട്ടർ കണ്ടന്റ് ആണ്. അപ്പൊ ഗാമ എത്ര കിട്ടി? അല്ലെങ്കിൽ റോ ഡി ഈക്വൽ ടു റോ ബൈ 1 പ്ലസ് ഡബ്ല്യു. ഇവര് ഗാമ അല്ല റോ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ റോ കിട്ടി. റോ 1.77 ആണ്. വാട്ടർ കണ്ടന്റ് 0.12 ആണ് അല്ലെ. 12% എന്നൊക്കെ തന്നിരുന്നെങ്കിൽ നിങ്ങൾ അതിനെ 0.12 എന്ന് എഴുതേണ്ടി വരുന്നു. ഇവിടെ ഓൾറെഡി അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 0.12 എഴുതിയോണ്ട് നമുക്ക് കുഴപ്പമില്ല. 12%ആണെങ്കിൽ 12% ആയിരിക്കും തരിക. അപ്പൊ നിങ്ങൾ അവിടെ 0.12 എഴുതണം കേട്ടാ. അപ്പൊ എന്ത് ചെയ്യണം? 1.77 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.12. അപ്പൊ ഈ 1.77നേക്കാളും ചെറിയൊരു സംഖ്യ ഈ 1.58 തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. അതേപോലെ ഈ ഓരോന്നിനെയും 1.95 ബൈ 1 പ്ലസ് 0.14 ചെയ്യുക. അപ്പോൾ 1.71 വന്നു. 0.96 പിന്നെന്ത് ചെയ്യുക? 2.01 ബൈ 1 പ്ലസ് 0.16 അപ്പോൾ 1.73. അങ്ങനെ ഈ മൊത്തം സംഭവം ചെയ്യാം. ഇനി നമ്മുടെ കോമ്പാക്ഷൻ കർവ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൈ ഡെൻസിറ്റി വൈ ആക്സിസിലും വാട്ടർ കണ്ടന്റ് എക്സ് ആക്സിലുമായിട്ട് ഗ്രാഫ് വരയ്ക്കുക. അതായത് ഇതും ഇത് കണ്ട ഈ സാധനം ഇപ്പോൾ നമ്മൾ ഡ്രൈ ഡെൻസിറ്റി ടിക്ക് ഇട്ട് വെച്ചിട്ടില്ലേ, ഈ ഡ്രൈ ഡെൻസിറ്റി വൈ ആക്സിസിലും വാട്ടർ കണ്ടന്റ് എക്സ് ആക്സിലുമായിട്ട് ഗ്രാഫ് വരച്ചാൽ നമുക്ക് എങ്ങനെ കിട്ടുക? കണ്ടോ, ഇതേപോലെ കിട്ടും. മനസ്സിലായോ? ഇവിടെ കണ്ടോ 1 2 വരെയല്ല മാക്സിമം വരുന്നുള്ളൂ, മിനിമം 1 ആണ്. ഇങ്ങനെ ഗ്രാഫിൽ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമ്പാക്ഷൻ കർവ് എന്ന് പറയുന്നത്. അതിന്റെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ റോ ഡി മാക്സ് അതങ്ങനെ എഴുതി വെക്കുന്നത് കേട്ടോ. ഈ വാല്യൂ ഇവിടുന്ന് പ്ലോട്ട് ചെയ്യുക. ഈ ഷാർപ്പ് അടിച്ച് പ്ലോട്ട് ചെയ്യുമ്പോൾ റോ ഡി മാക്സ് ആണത്. അതിന് കറസ്പോണ്ടിങ് ആയ വാട്ടർ കണ്ടന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ഒപ്റ്റിമം വാട്ടർ കണ്ടന്റ്, OMC എന്ന് പറയാം, അല്ലെങ്കിൽ OWC, ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് ഓർ ഒപ്റ്റിമം വാട്ടർ കണ്ടന്റ്. കണ്ടോ ഇത് എത്ര ശതമാനം കിട്ടി? 0.1 ഇതിന്റെ ഇടയ്ക്ക്, അതായത് ഒരു 15% വന്നിട്ടുണ്ടാവും. കറക്റ്റ് ഗ്രാഫിൽ നോക്കുമ്പോൾ 0.15 എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 15%. ഇവർക്ക് 0.152 കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം 15.2%ലാണ് നമ്മൾ മണ്ണിനെ കോമ്പാക്ട് ചെയ്തപ്പോൾ അതിന് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി 1.74 ഗ്രാം പെർ cc കിട്ടിയത്. ഇത് ഇവിടുന്ന് 1.74 ഇവിടുന്ന് കിട്ടി. ഗ്രാഫിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റി ഇവിടെ എടുത്തപ്പോൾ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഈ കോമ്പാക്ഷൻ കർവിന്റെ. ഇനി അത് വേണമെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ചെയ്യാം. ഇനി ബാക്കിയുള്ളതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സാധനം കൂടി ചെയ്യണം. തിയറട്ടിക്കൽ മാക്സിമം ഡെൻസിറ്റി അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇക്വേഷൻ കാണാതെ നമ്മൾ പഠിക്കാം. G rho W by 1 plus WG. G ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലോ കേട്ടാ, 2.770 2 ഇൻറ്റു അപ്പോൾ 2.70 ഇൻറ്റു റോ ഡബ്ല്യു എത്രയാ? 1 ഗ്രാം പെർ cc. വാട്ടറിന്റെ ഡെൻസിറ്റി 1 ഗ്രാം പെർ cc ബൈ 1 പ്ലസ് GW എന്നാണ് ഇക്വേഷൻ. തിയറട്ടിക്കൽ ഡ്രൈ ഡെൻസിറ്റി. ഇത് പ്രാക്ടിക്കൽ ഡ്രൈ ഡെൻസിറ്റി ആണ്. ഇത് ഇക്വേഷൻ. തിയറട്ടിക്കൽ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇതാണ് G rho W by 1 plus GW. ഇതിൽ W എന്ന് പറയുമ്പോൾ ഈ ഓരോ കോളത്തിന്റെ ടോപ്പ് കിടക്കുന്ന സാധനം കണ്ടോ. ആ 2.04 കിട്ടാൻ കാരണം ഇവിടെ W.12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കിയെല്ലാം ഒന്നാണ് കേട്ടോ. മണ്ണിന്റെ G സെയിം ആണ്. റോ W എപ്പോഴും 1 ആയിരിക്കും. G സെയിം ആണ്. അപ്പൊ ഇവിടെ W മാത്രം വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്ന ഈ W ആണ് ഇവിടെ മാറുന്നത് കണ്ടോ. അപ്പൊ അങ്ങനെ വാല്യൂ ഇങ്ങനെ വരുന്നുണ്ടോ. അപ്പൊ ഇതും വാട്ടർ കണ്ടന്റും കൂടി ഗ്രാഫ് വരച്ചാൽ ഒരു ലൈൻ കിട്ടും. ആ ലൈനാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഇത് കണ്ട ഇങ്ങനെ ഒരു ലൈൻ വരും. അതിനെയാണ് നമ്മൾ സീറോ എയർ വോയിഡ് ലൈൻ എന്ന് പറയും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് ഈ റാ പോലത്തെ ഇരിക്കുന്നതിന് നമ്മൾ കോമ്പാക്ഷൻ കർവ് എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് പറയും? സീറോ എയർ വോയിഡ് ലൈൻ എന്ന് പറയും കേട്ടോ. അപ്പൊ നിങ്ങൾ ടൈറ്റിൽ ഹെഡിങ് എഴുതുമ്പോൾ റോഡി വേഴ്സസ് വാട്ടർ കണ്ടന്റ് എഴുതുക. എന്നിട്ട് ഇതിനെ 1 ഈ പരാബോളനെ 1 എന്ന് എഴുതുക. ദാറ്റ് ഈസ് കോമ്പാക്ഷൻ കർവ്. ദിസ് ഈസ് ടു സീറോ എയർ വോയിഡ് ലൈൻ. പിന്നെ ഈ കോമ്പാക്ഷൻ കർവിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റോഡി മാക്സും മോയ്സ്ചർ കണ്ടന്റ് കിട്ടുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ ഇത് നിങ്ങൾ നോക്കിയാൽ മതി. എന്താ പറയുക, ഇതിൽ ഇതിൽ വേറെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. വോയിഡ് റേഷ്യോ എത്രയാ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്രയാന്നൊക്കെ കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള അതേ ഇക്വേഷൻ ആണ്. എന്തായിരുന്നു? റോ ഡി ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടില്ലേ? ജി റോ എന്താണ് 1 പ്ലസ് ഇ. റോ ഡി ഈക്വൽ ടു ജി റോ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ഗാമ ഡി ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. എന്താണ്? ഗാമ ഡി ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇ എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ കണ്ടോ, ഇവിടുന്ന് ഓരോ ട്രയലിലും ഓരോന്നായിരിക്കും. അതായത് കോമ്പാക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇടിക്കുമ്പോഴും അതിന്റെ വോയിഡ് റേഷ്യോ മാറിക്കൊണ്ടിരിക്കുന്നില്ലേ? കണ്ടോ, കാരണം എന്താ?
ഈ റോഡികൾ ഇങ്ങനെ മാറുന്നില്ലേ, ഓരോ ട്രയലിലും ഓരോ റോഡികളാണ്. അപ്പൊ ജി കോൺസ്റ്റന്റ് ആണ്, റോ ഡബ്ല്യു കോൺസ്റ്റന്റ് ആണ്. പക്ഷെ റോഡികൾ ഇങ്ങനെ ഈ ഇവിടെ കോമ്പാക്ഷന്റെ ഓരോ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഓരോരോ ഇതിലും ഓരോ വാല്യൂകൾ കിട്ടും. നമ്മുടെ സാധനം തന്നെയാ ജി റോ ഡബ്ല്യു ബൈ 1 + ഇ ഈക്വൽ ടു റോ ഡി എന്ന് പറയുന്ന ഇക്വേഷനെ ഒന്ന് തിരിച്ചു മറിച്ച് എഴുതിയപ്പോഴാണ് ഇ കിട്ടിയത്. ഇ കിട്ടി കഴിഞ്ഞാൽ ഇ എസ് ഈക്വൽ ടു ഡബ്ല്യു ജി. അതാണ് നമ്മുടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ് കിട്ടാനുള്ള ഇക്വേഷൻ. എസ് എന്താണ് കേട്ടോ. ഇനി വാട്ടർ കണ്ടന്റ് എന്താ, ഓരോ ട്രയലും ഇവിടെ ആകുമ്പോൾ 0.12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിൽ വരുമ്പോൾ 0.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ഈ വോയിഡ് റേഷ്യോ അതുപോലെ ഓരോന്നിലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഓരോ കോളത്തിനെയും മുകളിൽ വരുന്ന ഡബ്ല്യുവും ഇയും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ എസ് ഈക്വൽ ടു ഡബ്ല്യു ജിയിൽ എസ് ആണ് നമുക്ക് വേണ്ടത്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. മനസ്സിലായോ? ഇത്ര പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇതോടെ നമ്മൾ കോമ്പാക്ഷനും കവർ ചെയ്തു, കൺസോൾട്ടേഷനും കഴിഞ്ഞു. ഇനി ഇഫക്റ്റീവ് സ്ട്രെസ്സിൽ നിങ്ങൾ പഠിച്ചിട്ട് വരുമ്പോൾ എന്താ പറയണേ, നമ്മുടെ ഇതെല്ലാം പഠിക്കുക. ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇഫക്റ്റീവ് സ്ട്രെസ് ടെറസാഗിയുടെ ഇത് കണ്ട, അതാണ് അടുത്ത ടോപ്പിക്ക് വരുന്നത് കേട്ടോ, മൊഡ്യൂൾ 4-ലെ. അപ്പോൾ അതിലെ ഈ ഒരു സംഭവങ്ങളൊക്കെ പഠിക്കണം. പോർ പ്രഷർ എന്താണ്, ഇഫക്റ്റീവ് സ്ട്രെസ് എന്താണ്, ടോട്ടൽ പ്രഷർ എന്താണ്, ഇതൊക്കെ നാളെ പഠിച്ചിട്ടുള്ളതല്ലേ. ഇനി ഇതൊന്നും നോക്കണ്ട, നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് നോക്കി പോയി കഴിഞ്ഞാൽ കാപ്പിലറിയുടെ പ്രോബ്ലം നാളത്തെ പരീക്ഷയ്ക്ക് പഠിക്കണ്ട. അതുപോലെ മറ്റേ ആ സ്റ്റാൻഡ് പൈപ്പിൻ്റെയും അത് ഇത്തിരി ടഫ് അല്ലേ, അത് വേണമെങ്കിൽ നിങ്ങൾ വിട്ടോ. ബാക്കിയുള്ളതെല്ലാം പഠിക്കണം. മനസ്സിലായോ? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇത് ചെയ്തൂടെ? ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇത് ഓൾറെഡി ഞാൻ റെക്കോർഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കേട്ടാൽ മതി. ഇനി ഇത് ഞാൻ ചോദിക്കുന്നില്ല നാളത്തെ എക്സാമിന്, ഇതും ചോദിക്കില്ല. ബാക്കിയുള്ളതിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി കണ്ട, ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഇതെല്ലാം പഠിക്കണം. ക്ലിയർ അല്ലേ? പിന്നെ ഇനി കോമ്പാക്ഷനിൽ നമ്മൾ പറയാനുള്ളത് ഇതൊക്കെ പഠിക്കുക. കോമ്പാക്ഷൻ എന്താ, പർപ്പസ് ഓഫ് കോമ്പാക്ഷൻ, ഇത് വേറെ, ഇതൊക്കെ സ്ലൈഡുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫീൽഡ് കോമ്പാക്ഷൻ, ഫീൽഡിൽ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വക സാധനങ്ങളൊക്കെ ഉള്ളത് ഷിപ്പ് ഫുഡ് റോളർ. അപ്പം ഏതിനാണ്, ക്രഷ്ഡ് റോക്ക് ആണെങ്കിൽ നമ്മൾ സ്മൂത്ത് വീൽ റോളർ വിളിക്കണം. അങ്ങനെയൊക്കെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നോക്കി വെക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതും നല്ല രീതിയിൽ എഴുതുകയാണെങ്കിൽ. ബാക്കിയൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞില്ല. ഇനി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കോമ്പാക്ഷൻ. മനസ്സിലായോ? വാട്ടർ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു എന്ന് വെച്ചാൽ, നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കോമ്പാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴാണ് നമുക്ക് കോമ്പാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാട്ടർ കണ്ടന്റ് ഉണ്ട്, അതുപോലെ എത്ര മാത്രം നമ്മൾ കോമ്പാക്ട് ചെയ്യുന്നു, അല്ല എത്ര പ്രാവശ്യം കോമ്പാക്ട് ചെയ്യുന്നു, ഏത് ടൈപ്പ് ഹെവി ആണോ ലൈറ്റ് ആയിട്ടാണോ നിങ്ങൾ കോമ്പാക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മുടെ കോമ്പാക്ഷൻ്റെ ഇഫക്റ്റീവ്നെസ് മാറും. അതുപോലെ ഏത് മെത്തേഡിലാണ് നിങ്ങൾ, റോളിംഗ് ആണോ, ടാമ്പിംഗ് ആണോ, വൈബ്രേറ്റിംഗ് ആണോ, ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇഫക്റ്റീവ്നെസ് ഓഫ് കോമ്പാക്ഷൻ മാറും. ഏത് ടൈപ്പ് സോയിൽ, ഗ്രാവലിൽ കോമ്പാക്ട് ചെയ്യുന്ന പോലെയല്ല ക്ലേയിൽ കോമ്പാക്ട് ചെയ്യുമ്പോൾ. അതുപോലെ അഡ്മിക്സ്റ്റേഴ്സ് ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ചും കൂടി സിമെന്റ്, ലൈം ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടും. അതുപോലെ ഇതും ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കോമ്പാക്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് ഭേദപ്പെടുന്നത്, ഇത് ഇപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ഇത്രയും. ഇനി ഇത് വേണമെങ്കിൽ ഇപ്രാവശ്യം പഠിക്കേണ്ട, കോമ്പാക്ഷൻ കൺട്രോൾ ടെസ്റ്റ് വിട്ടോ. ബാക്കിയെല്ലാം പഠിക്കുക, ഈ പറയുന്ന പ്രോബ്ലവും കാര്യങ്ങളും. പിന്നെ ഞാൻ മറ്റേത് നമ്മൾ ജസ്റ്റ് കഴിഞ്ഞല്ലുള്ള ക്ലാസ്സിൽ, അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അത് പഠിക്കുമ്പോൾ നമ്മുടെ എന്തൊക്കെ പഠിക്കണം, ബോസിനെസ്ത്രിയുടെ അസംഷൻസ് പഠിക്കണം, കോൺസെൻട്രേറ്റഡ് ലോഡിൻ്റെ പഠിക്കണം. ന്യൂമാർക്ക് സൊല്യൂഷൻ വേണമെങ്കിൽ എക്സാമിന് ഒഴിവാക്കിക്കോളോ. ബാക്കിയുള്ളതെല്ലാം 2 സ്റ്റേജിക്ക് പഠിക്കുക. MN സംഭവമില്ലേ, അത് യൂണിവേഴ്സിറ്റിക്ക് മാറ്റി വെച്ചോളൂ പഠിക്കാൻ. പിന്നെ റിങ്ങിൻ്റെ പഠിക്കുക, കോൺസെൻട്രേറ്റഡിൻ്റെ പഠിക്കണം, വേഴ്സനസ്കിൻ്റെ തിയറി എന്താ പറയണത്, നമ്മുടെ അസംഷൻസ് സംഭവങ്ങൾ, ന്യൂമാർക്സ് ചാർട്ട് എന്താണ്, അത് വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതുപോലെ ഐസോബാർ എന്താണ്, പ്രഷർ ബൾബ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ അതിൽ പഠിക്കുക. അത് ഞാനീ പറയില്ല, കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത്രയും പഠിച്ചിട്ട് ട്യൂസ്ഡേത്തെ എക്സാമിന് വരിക കേട്ടോ. ഇവിടെ ആരെങ്കിലും പേര് എഴുതാൻ വെക്കാനുണ്ടെങ്കിൽ പേര് എഴുതി വെച്ചോളൂ. അപ്പോൾ ശരി, ഓക്കെ.